ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങളിത് എവിടെ പോവാന്ന്. നമ്മുടെ നാവിക്കുട്ടിന് ബർത്ത്ഡേ ദിവസമാണ് ഇന്ന്. ഞങ്ങളിത് ഈ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്നൊക്കെ നമ്മളിത് വൈകിയേ കാണാം. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓട്ടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെൻറ്റിന് കാർ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ടൂർ പോകുമ്പോഴൊക്കെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ കാർ മിസ് ചെയ്യുന്നത് കേട്ടോ. എന്തിനാണ് വെറുതെ കൊടുത്തതെന്ന് തോന്നിപ്പോവും. അമ്മാതിരി നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ നമ്മൾ റെൻറ്റിന് കാർ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാർ എന്തുകൊണ്ടാണ് കൊടുത്തതെന്നായിരിക്കില്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. നമ്മുടെ വീട്ടിലിടാനുള്ള സൗകര്യക്കുറവ് കൊണ്ടും റോഡിൽ കൊണ്ട് ഇട്ടിട്ട് നശിപ്പിക്കേണ്ടതെന്ന് ഓർത്തൊക്കെയാണ് കേട്ടോ നമ്മൾ കാറ് കൊടുത്തത്. പക്ഷേ ഇതിപ്പോൾ അക്കിടിയായിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കങ്ങനെ വണ്ടിയുടെ ബുദ്ധിമുട്ട് വരാത്തത് നമ്മുടെ ഓട്ടോറിക്ഷ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റും കേട്ടോ. അത് കാരണമാണ് ഈ കാറെന്നുള്ളൊരു ചിന്ത നമ്മളങ്ങനെ മാറ്റി തന്നെ വെച്ചിരുന്നേച്ചത് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ടൂറോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഡിപ്പെൻഡബിളായിട്ട് വരുന്നൊരു സാഹചര്യം വരുന്നുണ്ട് കേട്ടോ. അതിനുള്ള തീരുമാനം നമ്മൾ വൈകാതെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന വഴിയുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മളിത് ഈ ബർത്ത്ഡേ ദിവസം രാവിലെ മോർണിംഗ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. നമ്മൾ പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഈ പ്ലേസിൽ നമ്മൾ മിക്കപ്പോഴും എല്ലായ്പ്പോഴും ഫാമിലിയായിട്ട് ട്രിപ്പ് പോകുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ പോകുന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമ്മളൊരു വെറൈറ്റിക്ക് നമ്മളൊരു റിസോർട്ടിൽ റൂം എടുത്തേക്കാണ്. ഏത് റിസോർട്ടെന്നൊക്കെയാണെന്ന് നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ നമ്മൾ കുണ്ടന്നൂർ പാലമൊക്കെ കയറി നമ്മൾ പോവാണ്. അപ്പോൾ ഇപ്രാവശ്യം ഫാമിലി നമ്മൾ, അതായത് ഡാഡിയും നമ്മൾ ജോക്കുട്ടൻ ചേട്ടായിയും ഡാവിക്കുട്ടനും മമ്മിയും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പോകുന്നത്. കാരണം ലോങ് ട്രിപ്പിലേക്ക് ഇത് നമ്മൾ ആരെയും അങ്ങനെ, ഇതൊരു പ്രത്യേകം ഒരു നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചൊരു ട്രിപ്പാണ്. കാരണം നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിയുടെ ബർത്ത്ഡേ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മളൊരു 5th ബർത്ത്ഡേ വരെ എല്ലാവരെയും ഗ്രാൻഡായിട്ട് വിളിച്ച് ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഈ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ബർത്ത്ഡേ നടത്താൻ തക്കതായ കാരണങ്ങളുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ജിജോയുടെ ഫാമിലി ഭയങ്കര ബിഗ്ഗാണ്. അപ്പോൾ ഒരാളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എല്ലാവരെയും അങ്ങനെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാളെ വിളിച്ചില്ലെങ്കിൽ ഒരാൾക്ക് പരാതിയാകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പരിപാടിയും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു സ്പേസ് കണ്ടെത്തുന്നത്. അത് മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ദിവസം നമ്മൾ ഈ പരിപാടിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് അന്നത്തെ അവൻ്റെ ഒരു സ്പെഷ്യൽ ഡേന് എനിക്ക് അവനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാനോ അവൻ്റെ കാര്യങ്ങളൊന്ന് പൊട്ടിക്കലി ചെയ്യാനോ എടുക്കാനോ നമുക്ക് അവനെ ശ്രദ്ധിക്കാനേ പറ്റില്ല കേട്ടോ. നമ്മൾ ജോക്കുട്ടൻ ചേട്ടായിയുടെ ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തോന്ന് 1-2 പ്രാവശ്യം ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുകയേ ചെയ്തുള്ളൂ കേട്ടോ. കാരണം നമുക്ക് പരിപാടി ദിവസങ്ങളിൽ എല്ലാവരും ആളുകൾ വരും, അവരെ ശ്രദ്ധിക്കാനും അത് കുറ്റമല്ല കേട്ടോ. എന്നാലും നമുക്ക് കുഞ്ഞിനെ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമുക്ക് നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ മാത്രം ഒരു സ്പെഷ്യൽ സന്തോഷം, അവനെ കുറേ ടേക്ക് കെയർ ചെയ്യാൻ പറ്റി, അവൻ്റെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റി. ഞങ്ങൾ എന്തുകൊണ്ടും പ്ലാൻ ചെയ്തതിൽ ഞങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ ട്രിപ്പിൽ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയേ നല്ല ലോങ് ഉള്ളതായതുകൊണ്ടിട്ട് നമ്മുടെ ഡാവിക്കുട്ടിന് ഇരിക്കുമോ, ജോക്കുട്ടൻ ചേട്ടായി എങ്ങനെയായിരിക്കും എന്നുള്ള കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം ഓക്കെ ആയിരുന്നു. ഞങ്ങളിത് വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് ചിലപ്പിക്ക് ഇതൊക്കെയാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ഡാവിക്കുട്ടൻ പകുതി എത്തിക്കഴിയുമ്പോൾ ഉറക്കവും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഈ ത്രൂ ഔട്ടുള്ള ജേർണിയിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സ്പീഡപ്പ് ചെയ്തിട്ട് പറയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിയാണ് കേട്ടോ ഫ്രണ്ടിൽ ഇരുന്ന് കാറിൻ്റെ അകത്ത് കാലൊക്കെ പൊക്കി വെച്ച് അങ്ങ് റിലാക്സ്ഡ് ആയിട്ട് ആളിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒത്തിരി നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിന് ഇത്തിരിയൊക്കെ ഒന്ന് ഇടയുമ്പം ഞങ്ങളൊന്ന് ഫ്രണ്ട് സീറ്റിലേക്കൊന്ന് ആയും കേട്ടോ. കാരണം അയാൾ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം ഇരിക്കുക. എനിക്ക് ലോങ് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ സൈഡാക്കി ഫോൺ എടുക്കണം, ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നോർമലി എടുക്കണം. ഇതിൽ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ചരിച്ചൊക്കെ എടുത്തതിൽ കുറേ അപാകതകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൈസൊക്കെ കറക്റ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. നമ്മുടെ ഡാവിക്കുട്ടിന് കുറേ നേരം അങ്ങനെ ഇരുന്ന് മമ്മിയുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ച് ഇരിക്കുന്നതല്ലേ, നല്ല ട്രാവൽ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഒരു 3.5 കൂടുതൽ ട്രാവലിംഗ് ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഇടയ്ക്ക് ഞങ്ങളൊന്ന് ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ തന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാനിങ്ങ് വാങ്ങിക്കും കേട്ടോ. കാരണം നമ്മുടെ ചേട്ടായിയുടെ മടി ഇരിക്കാനും അവൻ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ചേട്ടായിയുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹമാണ്. കുഞ്ഞിനെ അങ്ങനെ നമ്മൾ ത്രൂ ഔട്ട് ഫ്രണ്ടിൽ ഇരുത്തിയിട്ടില്ല. ഇത്തിരി നേരം അങ്ങനെ ഇരുത്തിയിട്ട് നമ്മളങ്ങ് വാങ്ങിക്കും കേട്ടോ. കാരണം അവന് കാഴ്ച കാണാനുള്ള സൗകര്യത്തിൻ്റെ പുറത്തൊക്കെയാണ് ഞങ്ങളിങ്ങനെ ഇരുത്തിയേക്കുന്നത് കേട്ടോ.
ഒരിത്തിരി നേരം ഇരുത്തിയിട്ട് മമ്മി അങ്ങ് വാങ്ങിക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല. അവൻ ഇത്തിരി നേരം ചേട്ടായെടുത്ത് അങ്ങനെ പുന്നാരിച്ചൊക്കെ ഇരിച്ച് രണ്ടുപേരും കൂടി കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നമുക്ക് ഈ ഒരു ട്രിപ്പ് എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഒരു പ്രീഷ്യസ് എന്നുള്ള പറയുന്ന ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് കുറേ നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു ട്രിപ്പാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞങ്ങൾ പോയി തിരിച്ചു വന്നൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അത് പറയാൻ വയ്യ. ഞങ്ങൾ ഓൾമോസ്റ്റ് കോതമംഗലമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും, ഇത് കോതമംഗലമാണ് കേട്ടോ സ്ഥലം, അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് രാവിലെ ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ ഒരു 8:30 ഒരു 9 മണി ആ ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി കേട്ടോ. കാരണം പിള്ളേർക്കാണെങ്കിലും വണ്ടി ഇരുന്ന് കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. ഒരു രക്ഷയില്ല കേട്ടോ. കോതമംഗലത്ത് വരുന്ന ആളുകൾ ഫുഡിന് റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇത്തിരി ഹെവിയാണ്, നല്ല രീതിയിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ അവരുടെ ഒരു നമ്മളോടുള്ള ഒരു കസ്റ്റമറിനോടുള്ള ഒരു സർവീസും കമ്മ്യൂണിക്കേഷനും നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഒരു ചെയറും മറ്റേ സിങ്ങൊക്കെ കുഞ്ഞുങ്ങളുടെ കിടക്കുന്ന തൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര പിള്ളേരോടാണെങ്കിലും ഭയങ്കര ചീറപ്പ് ചെയ്യുന്ന അവിടെ ചേട്ടന്മാരാണെങ്കിലും എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള ആളുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എവിടെ പോവാണ്, എന്താണ് വിശേഷങ്ങളും നാട്ടുപ്രദേശം അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പുറവും വരുന്ന കസ്റ്റമേഴ്സൊക്കെ നമ്മൾ സംസാരിച്ച് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതേ ഫുഡ് ഓർഡർ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഓരോ ഡിഷസാണ് പറഞ്ഞത്. കാരണം നമുക്ക് എല്ലാത്തിനും ഇത്തിരി ടേസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഡാഡി എന്തോ വെള്ളയപ്പം പറഞ്ഞു. ഞാൻ ഇടിയപ്പവും കടലക്കറിയാണ്. എനിക്ക് രാവിലെ തന്നെ നോൺ വെജ് വേണ്ടാത്തത് കാരണം ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് കടലക്കറി പറഞ്ഞു. നമ്മുടെ ചോക്കുട്ടൻ ചേട്ടാ ഈ പൊറോട്ട നൈസിന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടേട്ടാ എന്തിനാണ് രാവിലെ ഈ പൊറോട്ട കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വേണ്ട, വേറൊന്നും വേണ്ട, പൊറോട്ട മതി എന്ന് പറയുന്നു. പൊറോട്ടയും ഒരു ബീഫ് കറിയുമാണ് കേട്ടോ അപ്പനും മോനും കൂടി ഓർഡർ ചെയ്യുന്നത്. ഞാനും ഡാവിക്കുട്ടനും ഇടിയപ്പം കഴിക്കാം. അപ്പം ഞാൻ എടുക്കുമ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനും കഴിക്കുമല്ലോ, അപ്പോൾ അവനും കൊടുക്കാമെന്ന് പറയും. കുറേ നേരം ഞാനിങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെയർ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ ചെയറൊക്കെ എടുത്തിരുന്ന് കഴിഞ്ഞപ്പം എനിക്കും കഴിക്കാൻ പറ്റി. നമ്മുടെ ഇത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ ഇരുത്തി കഴിയുമ്പോൾ അവരെ ഫീഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒത്തിരി എളുപ്പമാണ്. ഈവൻ ഇവിടെ വരുന്ന ആളുകളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ നോക്കി ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. ബർത്ത്ഡേ ദിവസം ആൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷങ്ങളും എല്ലാവരുടെ ബ്ലെസ്സിങ്ങുകളും പിന്നെ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ കൊണ്ടുവന്ന് മിഠായി കൊടുക്കലും ബലൂൺ കൊടുക്കലും എല്ലാവരും ഇങ്ങനെ പോകുന്ന വഴി നമ്മുടെ ഡാവിക്കുട്ടിനെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ നിങ്ങൾ കാണുന്നത്. ഡാവിക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആളിങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ വിളിക്കും, അമ്മ ഇങ്ങോട്ട് വാ അമ്മ എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഫുഡൊക്കെ വന്നു കേട്ടോ. നമ്മളിത് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ കടലക്കറിയായിരുന്നു, ഡാഡി അപ്പവും ഒരു രക്ഷയില്ലാത്ത, നമ്മൾ പൈസ കൊടുത്താൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. പൊറോട്ടയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ഒരെണ്ണം കഴിച്ചാൽ തന്നെ അത്രയും വയറ് നിറഞ്ഞു കൊണ്ടാണ് ജോക്കുട്ടൻ ചേട്ടായി ഞങ്ങൾ 2 ഓർഡർ ചെയ്തു കേട്ടോ. പക്ഷേ അവസാനം ആൾക്ക് കഴിക്കാൻ വയ്യാതെ മമ്മി നൈസിന് അകത്താക്കേണ്ടി വരും കേട്ടോ. ഞാൻ ഇടിയപ്പം കറി ഒഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഡാവിക്കുട്ടിന് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ കഴിക്കുകയെന്നാണെങ്കിൽ കഴിക്കട്ടെ എന്ന് ഓർത്ത് അവനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനും ഇച്ചിരിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പേടിച്ചതായ ഒരു കാര്യങ്ങളും നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ആള് ഫുൾ ഓൺ ഹാപ്പിയാണ്. നല്ല രീതിയിൽ നമ്മളോട് ആളങ്ങ് നല്ല രീതിയിൽ അങ്ങ് പോയി കേട്ടോ. നമുക്ക് ഒരു അൽക്കുലത്തോ കാര്യങ്ങളോ ഒന്നും ഞാൻ വിചാരിച്ചില്ല ഇവൻ ഈ രീതിയിൽ നമുക്ക് പോകും, ഇടങ്ങേറാകും എന്നൊക്കെ ചിന്തിച്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ കൊണ്ടുവന്നൊരു മിഠായിയൊക്കെ കൊടുത്താണ് കേട്ടോ കാണുന്നത്. അപ്പം മിഠായി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒന്നിച്ചിരി മടിയായി കേട്ടോ കഴിക്കാൻ. ഞങ്ങളിതേ കോഫിയിലും ചായ കുടിച്ചപ്പോഴും ഞങ്ങൾ 3 പേരും 3 വെറൈറ്റി, ഒരാൾക്ക് ബ്ലാക്ക് കോഫി, ഒരാൾക്ക് ചായ, അതേപോലെ നമ്മുടെ ഡാവിക്കുട്ടൻ മാത്രം പിന്നെ ആ അങ്കിള് കൊണ്ടുവന്നു. നല്ല സ്നേഹമുള്ള ചേട്ടന്മാരായിരുന്നേ. ആ അങ്കിളുമാർ കൊണ്ടുവന്ന് അവന് ബലൂൺ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഡാവിക്കുട്ടന് ഈ ബർത്ത്ഡേ ദിവസം കിട്ടിയപ്പോൾ കണ്ടോ എന്തൊരു സ്നേഹമുള്ള ചേട്ടന്മാരായിരുന്നു എന്നറിയാമോ. നമ്മളോട് അവിടെ പോയി അപ്പം
ഭയങ്കര കാര്യങ്ങളും ഭയങ്കര സ്നേഹമുള്ള. അപ്പം കോതമംഗലം റൂട്ടിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടയെ കാണുകയെന്നാണെങ്കിൽ നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാൽ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്കും സങ്കടം വേണ്ടാന്നും പറഞ്ഞ് ചേട്ടായിക്കും ഒരു ബലൂൺ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വാവയുടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് തിരിച്ച് ഇറങ്ങുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ബലൂണൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവരുടെയും വിഷും അവനും നമുക്ക് കൂടുതൽ ഹാപ്പി ആക്കാൻ പറ്റും കേട്ടോ. അവിടുന്ന് കോതമംഗലം നമ്മൾ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും ചെറിയതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെയും ഞങ്ങളുടെ ഈ ഒരു കാറിലിരിപ്പ് പിന്നെയും തുടരുവാണ്. ഇടയ്ക്ക് നമ്മുടെ ഡാവിക്കുട്ടനൊന്നും ഇടയും കാര്യങ്ങളും ഇടയുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഈ നമ്മളിങ്ങനെ പൊക്കത്തേക്ക് പോകും തോറും ഇങ്ങനെ വണ്ടി വളഞ്ഞ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയും കേട്ടോ. ഇപ്പോഴത്തേക്കും ഞാൻ ഓർത്തില്ല കേട്ടോ, മഴയുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും കോട നിങ്ങൾ കാണുന്നത്. ഇത് ഫോണിൽ കാണുമ്പോൾ ഒന്നും തന്നെ അല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ അമ്മാതിരി ഭംഗിയാണേ. ഈ ട്രിപ്പ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് മാസാവസാനവും മന്ത് എൻഡിങ്ങും അതേപോലെ തന്നെ സീസൺ നമ്മുടെ വെക്കേഷൻ്റെ സമയം കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് കേട്ടോ പോയത്. കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആ സീസൺ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കാരണം നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് ആയി. അത്രയും തിരക്കും കാര്യങ്ങളുണ്ടായില്ല, എന്നാലും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മഴയുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇടയ്ക്ക് മഴ വരും, ഇങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ മഴ നിന്ന് തരുമെന്ന് പറയത്തില്ലേ, അമ്മാതിരി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സൈഡിൽ കൂടി, അപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തിരി കൂടി വ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി സമ്മതിക്കുന്നില്ല, ഡാഡിയുടെ കൂടെ തന്നെ അങ്ങനെ ഇരുന്ന് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കാണുന്നതാണേ. ഇടയ്ക്ക് ഇത്തിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോയി കണ്ടോ. ഈ വളവും കാര്യങ്ങളൊക്കെ ചരിയുമ്പോഴേക്കും നമ്മുടെ ഡാവിക്കുട്ടൻ ഫ്രണ്ടിൽ നിന്ന് എണീറ്റ് മുമ്പിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കോട കാണിക്കാൻ നോക്കിയതാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറുന്ന അനുസരിച്ച് ഈ വളവ് കയറുന്നതായിരുന്നു കേട്ടോ ഗൈസ് ഭയങ്കര ടാസ്ക്. കാരണം നമുക്ക് ബാക്കിൽ ഞാനും ഡാവിക്കുട്ടനും മാത്രമല്ലേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും നമ്മൾ വണ്ടിക്ക് പോകുമ്പോൾ അമ്മയുണ്ടാവും, അപ്പോൾ നമുക്കിങ്ങനെ കറങ്ങി വീഴേണ്ട അവസ്ഥ വന്നിട്ടില്ല. പക്ഷേ ഓരോ വളയുമ്പോൾ ഞാനും ഡാവിക്കുട്ടനും ഓരോ സൈഡിലേക്ക് അടിഞ്ഞടിഞ്ഞ് വീഴുമായിരുന്നു കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് കളിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കങ്ങ് ഈ ആടി ഒലയുമ്പോൾ നമുക്കൊരിത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണൊക്കെ തോന്നി കേട്ടോ എനിക്ക്. ഈ കറങ്ങി കയറുമ്പോൾ തല കറങ്ങുന്നൊരു ഫീലായിരുന്നു. ഇപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എപ്പോഴും ഓടി വരുന്നത് മൂന്നാറിലേക്കാണ് കേട്ടോ വന്നത്. ഇത് മൂന്നാറെന്ന് പറയാൻ ഞങ്ങൾ റിസോർട്ടിലേക്ക് ഉള്ളൊരു യാത്രയിലാണ് കേട്ടോ. ഞങ്ങളുടെ പ്ലാൻ റിസോർട്ടിൽ വരിക എന്നുള്ളതായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. മൂന്നാർ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സാധനമല്ലേ, എപ്പോഴും വരുന്നതല്ലേ എന്ന് വെച്ചിട്ട് വലിയ പുതുമയൊന്നും നമുക്ക് കാണാനില്ല. പക്ഷേ നമുക്ക് ഈ റിസോർട്ടിൽ പോകുന്നതിൻ്റെതായ ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ബർത്ത്ഡേ ദിവസം ഒരു കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കും. ഞങ്ങൾ 4 പേരും കൂടുന്ന ഒരു ബർത്ത്ഡേ എങ്ങനെയായിരിക്കും സെലിബ്രേറ്റ് ചെയ്താൽ ഒരു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഒത്തിരി സന്തോഷമുള്ളതാണ് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാൻ കേട്ടോ എങ്ങനെയായി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും. പിന്നെ ത്രൂ ഔട്ട് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇറങ്ങി വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിൽക്കുകയാണ് കേട്ടോ. ജോക്കുട്ടൻ ചേട്ടായിക്ക് വെക്കേഷൻ തുടങ്ങുന്നതിൻ്റെതായതുകൊണ്ട് അതിൻ്റെതായ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേക്കാരൻ ഈ വെള്ളം ഇത് എവിടുന്ന് വരിക എന്നും പറഞ്ഞ് അതിശയിച്ച് നോക്കുകയാണേ. അതേപോലെ തന്നെ ഈ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് വീഴുമ്പം ഇങ്ങനെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ തെറിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിന് എന്തെന്നില്ലാത്ത ചിരിയായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ ഇരുന്ന്. ഈ വെള്ളം തെറിക്കുമ്പോൾ അമ്മേ അമ്മ എന്ന് വിളിയൊക്കെയായിരുന്നു കേട്ടോ. ആളെ നമുക്ക് ശരിക്കും ഈ ഒരു ബർത്ത്ഡേ അങ്ങ് ഹാപ്പി ആക്കാൻ പറ്റി എന്നുള്ളത് വേണം കേട്ടോ പറയാൻ ഈ ഒരു ട്രിപ്പോടുകൂടി. കാരണം കുഞ്ഞിൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പം ഫസ്റ്റ് ട്രിപ്പാണ്, ഒരു ലോങ് ട്രിപ്പ്. അപ്പോൾ എങ്ങനെയായിരിക്കും രണ്ടുപേരും കൂടി ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ കാണുന്നത്. ഡാവിക്കുട്ടിനെ ഞാൻ അവിടെ നിർത്തിയിട്ടില്ല, ഞങ്ങളവിടെ ഇരിക്കാൻ പോയതാണ്. പക്ഷേ ഡാവിക്കുട്ടിനെ ആ വെള്ളം തെറിക്കുന്നത് കാണുമ്പോൾ പേടിയുമുണ്ട്, പക്ഷേ ആൾക്ക് കാണാനുള്ളൊരു രസവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു.
വേറെ പുതുമയൊന്നും കാണാനില്ല. കുരങ്ങനെ കണ്ടപ്പോൾ നമ്മൾ ഡാവിക്കുട്ടിനെ കാണിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ കടകൾ ഇങ്ങനെ മുട്ടി മുട്ടി നിൽക്കുന്നത് കാരണം എല്ലാവരുടെ കയ്യിലും തിന്ന സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുരങ്ങന്മാരിങ്ങനെ അറ്റാക്ക് ഓടി ഓടി വരുമ്പോൾ നമുക്കൊരു പേടിയാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി ഈ സുനാപ്പി ഇതൊക്കെ നമ്മൾ വീട്ടിൽ നേരത്തെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. നമ്മളത് കൊടുക്കാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡാവിക്കുട്ടൻ ഒരു തരത്തിൽ അത് വെക്കത്തില്ല കേട്ടോ. അത് വെക്കാൻ ഒരു തരത്തിൽ സമ്മതിക്കാതെ ഡാവിക്കുട്ടൻ ഇങ്ങനെ അത് കൈയെടുത്ത് മാറ്റലും എടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ നമ്മുടെ ഒരു ചാർട്ടിൽ ലിസ്റ്റിലിട്ടേച്ച സ്ഥലമാണ്. ബർത്ത്ഡേ ഒന്നെങ്കിൽ നമുക്ക് വണ്ടർലയിൽ പോവാം, അതാകുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ, അങ്ങനെ പോകാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു റിസോർട്ടിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാണ്. പക്ഷേ ഇത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തായിരുന്നു കേട്ടോ ലാസ്റ്റ് മൊമെൻറ്റിൽ. കാരണം കുഞ്ഞിന് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നത് കാരണം അവന് നമുക്ക് ട്രാവൽ ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ തോർത്തിട്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്തായിരുന്നു. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ സഡൻലി പിന്നെയും നമ്മൾ പാക്ക് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെയും പ്ലാനിങ്ങിൽ വന്നു സഡൻലി നമ്മൾ പോവാം. അത് കാരണം നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ ഒത്തിരി ഒരു അൽക്കുലത്തും കാര്യങ്ങളൊക്കെ വന്നു കാറിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷെ നമുക്ക് എല്ലാം ദൈവം സഹായിച്ച് എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. ഓക്കെ ആയി. നമ്മൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാഗിൻ്റെ കാര്യത്തിൽ നമ്മൾ പാക്കിങ്ങിൽ ബാഗിൻ്റെ കാര്യത്തിൽ ഒരു ബാഗ് നമുക്ക് ലഗേജ് കവറിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നത്. കവറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ബാഗും ഒരു 5-6 കിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ വഴിയിൽ വരുന്ന അടിമാലി ഇറങ്ങിയിട്ട് നമ്മളൊരു ബാഗ് വാങ്ങിക്കാൻ കയറി കേട്ടോ. അങ്ങനെ ആ കടയിൽ നിന്ന് ബാഗൊക്കെ വാങ്ങിച്ച് തിരിച്ച് നമ്മൾ ഈ 5-6 കവറുള്ളതെല്ലാം ആ ബാഗിൻ്റെ അകത്താക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കംഫർട്ടായി. കാരണം ഈ 2 ബാഗ് ക്യാരി ചെയ്താൽ മതിയല്ലോ. ഓൾമോസ്റ്റ് പോകുമ്പോഴുള്ള എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങളിലേക്കും എത്തിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടേ. നമ്മുടെ കാറിൽ റെൻ്റൽ കാർ ആയതുകൊണ്ട് നമുക്ക് സോക്കറ്റും കാര്യങ്ങളൊക്കെ കുത്തുന്ന കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാർ അഡ്ജസ്റ്റ് ചെയ്ത് നെറ്റ് ചാർജ് തീർന്നു പോകുമോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഓൾമോസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഞങ്ങൾ മൂന്നാർ കയറിക്കൊണ്ടിരിക്കുകയാണ്, അടിമാലി കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു ഓടിക്കാൻ. എന്നാലും പക്ഷെ നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റി കേട്ടോ. ഒരു കുഴപ്പവും കൂടാതെ പോകാൻ പറ്റി. ഇത് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇത് ഫോണിൽ കാണുമ്പം നമുക്ക് മറ്റേ ഈ സിനിമാറ്റിക്കിലൊക്കെ കാണത്തില്ലേ, ലാ ആ ഒരു മ്യൂസിക്കൊക്കെ എനിക്ക് ഇടാൻ തോന്നിയായിരുന്നു കേട്ടോ കാറിൻ്റെ അകത്തിരുന്ന്. ഞാനവിടെ ഇരുന്ന് പാടി തകർക്കുന്നുണ്ടായിരുന്നു കാറിൻ്റെ അകത്ത്, അത് വേറെ കാര്യം. പക്ഷേ നല്ല വൈബായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു. ഈ ഒരു പാലം കയറി ആ ഒരു കോടയൊക്കെ കണ്ടങ്ങ് ഇറങ്ങുക. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇത്രയും പൊലിപ്പിച്ച് പറയുന്നതെന്ന്. വേറൊന്നുമല്ല കേട്ടോ, നമുക്കൊരു സന്തോഷം ഞാൻ അതങ്ങനെ ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ പോകുന്ന ഒരു വഴിയുള്ള ട്രിപ്പിലുള്ള സകല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്. കുറേ നേരമൊക്കെ നമ്മുടെ ഡാവിക്കുട്ടിന് ഈ കാറിൽ ഇരുന്ന് നിന്ന് കഴിയുമ്പം പിടുത്തവും കാര്യങ്ങളും പാൽ കുടിക്കാനും ഒക്കെ നിർബന്ധമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി വാളയൊന്ന് ചീർപ്പ് ചെയ്തു. അവസാനം ദേഷ്യം വന്ന് പാൻറ്റൊക്കെ അങ്ങ് വലിച്ചൂരിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കും ഈ തണുപ്പത്ത് ഇവൻ ഈ പാൻറ്റൊക്കെ വലിച്ചൂരുന്നത് എന്തായിരിക്കും. ഞാൻ പണിപ്പെട്ടിട്ടാണ് കേട്ടോ. അവസാനം ഈ കാത് രണ്ടും അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ തൊപ്പി അവൻ വെച്ചേക്കുന്നത് അറിഞ്ഞിട്ടില്ല കേട്ടോ തലയിൽ. അറിഞ്ഞു കഴിയുമ്പോൾ അപ്പം തന്നെ അങ്ങ് തലയിൽ നിന്ന് പറിച്ച് മാറ്റി കളയും കേട്ടോ ഗൈസ് അവൻ. അപ്പോൾ അത് കാരണം അറിയാതിരിക്കാൻ വേണ്ടി ഇത്തിരി നേരം ഞാനിങ്ങനെ വിൻഡോയൊക്കെ തുറന്നിട്ട് അവനെ പിടിച്ച് നിർത്തിയേക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഈ മൂന്നാർ കയറും തോറും ഈ വഴിയിൽ വിജനതയായിരുന്നു കേട്ടോ. ഞാനിവിടെ നിന്നിട്ട് മറ്റേ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊന്നും നിങ്ങൾക്കിട്ട് വെറുപ്പിക്കുന്നില്ല എന്ന് തോന്നി. കാരണം നല്ല ഭംഗിയായിരുന്നു എന്നേ. കാരണം നമ്മൾ ഈ ഇങ്ങനെ കയറി അകത്തോട്ടുള്ളിലേക്ക് പോകും തോറും കോട ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. അപ്പോൾ ഡാഡിക്ക് ഈ കോടയൊക്കെ ആസ്വദിക്കാം, കാരണം ആൾ ഡ്രൈവ് ചെയ്യല്ലേ. അപ്പോൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, അയ്യോ കോട ഇറങ്ങുന്നതിന് മുമ്പേ കയറണം, എനിക്കല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നത് ടാസ്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം കാണണ്ടേ നമുക്ക് എന്നുള്ളൊരു ഇതൊക്കെയായിരുന്നു കേട്ടോ ഡാഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പറയായിരുന്നു കേട്ടോ, എന്തോരം റീൽസ് എടുത്ത് കൂട്ടാൻ ഡാഡി. അമ്മാതിരി അറ്റ്മോസ്ഫിയർ നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് സഡൻലി നമ്മൾ ക്വിക്ക്ലി വന്നത് കാരണം അറ്റ്മോസ്ഫിയർ എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്കിതൊരു 8ൻ്റെ പണിയും കൂടിയാണ് കേട്ടോ. കാരണം ഇത്രയും തണുപ്പ് വന്നു കഴിയുമ്പോൾ ഇവന്മാർക്ക് എന്തെങ്കിലും ചെവിയിരുത്താം. മൂന്നാറെന്ന് പറയുമ്പോൾ തന്നെ തണുപ്പാണല്ലോ. പക്ഷേ ഈ കോട ഇറങ്ങുന്ന ടൈമിൽ വന്നു കഴിയുമ്പോൾ നമുക്കിതൊരു പണിയാണ്.
പക്ഷെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കേട്ടോ ഇത്. എനിക്ക് ഈ പോക്ക് ഇങ്ങനെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ ഡാഡീനെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നിർത്തി കാർ നിർത്തിക്കും കേട്ടോ. ഡാഡി അവിടെ ഒതുക്കിത്താ ഇവിടെ ഒതുക്കിത്താ. അപ്പോൾ ഡാഡി പറയടാ ഇവിടെ ഒക്കെ മഞ്ഞും ഇങ്ങനെ കോട ഇറങ്ങുന്നത് കാരണം ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരുമ്പോൾ നമുക്ക് കാണുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇറക്കി തരാം നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സൈഡിൽ ഒരു നമുക്കൊരു സ്പേസ് കിട്ടുന്ന രീതിയിൽ, കാരണം അവിടെയൊക്കെ ഇങ്ങനെ സ്പേസ് റോഡൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണല്ലോ. അപ്പോൾ ഒതുക്കുന്ന രീതിയിൽ നമ്മൾ നോക്കിയും കണ്ടൊക്കെയാണ് കേട്ടോ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒതുക്കി ഇവിടെ നിർത്തി കേട്ടോ. ഇവിടെ എന്തെന്നില്ലാത്ത കോടയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ കണ്ടത്. കാരണം ഇത് നമ്മളെല്ലാവരുമായിട്ടൊക്കെ വരുമ്പോൾ നമുക്കത് നമ്മുടേതായ ഒരു സ്പേസോ കാര്യങ്ങളൊക്കെ കിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രത്യേക ഒരു ഇത് കിട്ടും കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അത് കാരണം ഇപ്പോൾ ഇതിൽ നമുക്ക് പാരൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പറയും നേരം കളയാതെ കയറി വെച്ചും കളയെന്നൊക്കെ പറയും. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടി ആയപ്പോൾ ഞങ്ങൾ ആ ഒരു വൈബിൽ അങ്ങ് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അവരെ ഫാമിലി ആയിട്ട് കൂട്ടാതെ ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് വരുന്നത് കേട്ടോ. അതിൻ്റെ വേറൊരു വശം നമുക്ക് സങ്കടവും ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളെ ഒറ്റയ്ക്ക് വന്നപ്പോൾ എങ്ങനെയായിരിക്കും, വരുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഹാപ്പി ആയിട്ട്. എനിക്ക് പേഴ്സണലി എല്ലാവരും ആയിട്ട് വരുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം സന്തോഷിക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആളാണ്. ഈ ഒറ്റയ്ക്ക് വരുമ്പം ബോറടിക്കും, നമ്മൾ മാത്രമായിട്ട് എന്ത് പറയാനാ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ട്രിപ്പോട് കൂടി അത് അവസാനിച്ചു. അപ്പോൾ നമ്മൾ ഗൈസ് ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആയിട്ട് നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു ഫേമസ് 5 സ്റ്റാർ റിസോർട്ടിലോട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത്, പറക്കാട് റിസോർട്ട്. ഇതറിയാത്തവരാരും തന്നെ ഉണ്ടാകത്തില്ല കേട്ടോ. കാരണം ഇൻസ്റ്റയൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു റിസോർട്ടിനെ പറ്റി നമ്മൾ നേരത്തെ പ്രീ ബുക്കിംഗ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ പ്രീ ബുക്കിംഗ് ചെയ്യണം. അപ്പോൾ നമ്മളങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് അവരുടെ അടുത്ത് സംസാരിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം തിരക്കുള്ളൊരു ടൈമായിരുന്നു കേട്ടോ ഇത്. ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മറ്റേ സ്വർഗത്തിലോ ആ ഒരു പാട്ടൊക്കെ വരും കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാനൊരു ടൂറിൻ്റെ മൂഡിലങ്ങ് പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ ട്രക്കിങ്ങിനൊക്കെ സൗകര്യം ഉണ്ടെന്ന് നേരത്തെ നമുക്ക് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡഡ് ആണ് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വരുന്ന വീഡിയോക്കകത്ത് പറയാം. അതായത് വരുന്ന വീഡിയോ എന്ന് ഉദ്ദേശിച്ച് ഈ വീഡിയോ നിങ്ങൾ ത്രൂ ഔട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കാരണം നമ്മളിത് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ അവിടുന്ന് സെക്യൂരിറ്റിക്കാർ വന്ന് നമ്മൾ കീ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി പാർക്ക് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നതാണ്. പറക്കാട് റിസോർട്ട്, നേച്ചർ റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനായി ഇറക്കി കയറുന്ന സമയത്തൊരു ഉറക്കമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ നമ്മളൊരു ഹാഫ് ആൻ അവറിലൊക്കെ ഉള്ളിൽ ഇരുന്നു. തിരക്കായതുകൊണ്ടിട്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് നല്ലൊരു വാം വെൽക്കം തന്നെയാണ് കിട്ടിയത്. നല്ലൊരു നല്ല ചിരിയോടുകൂടി തന്നെ നമ്മളൊരു വാം വെൽക്കം ഒക്കെ ചെയ്ത് അവിടുത്തെ ഒരു വഴക്കമാണ് കേട്ടോ. എല്ലാവരും വരുമ്പം ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങി നിന്ന് നമുക്ക് ഒരു വാം വെൽക്കം ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനും ബർത്ത്ഡേ ദിവസം കുറിയൊക്കെ തൊട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെതായ ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് വന്ന് നല്ലൊരു വലിയ അത്തക്കളം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ പ്രതീക്ഷയിലും നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു പ്ലേസിൽ തന്നെ നമുക്ക് നിന്ന് തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്. എൻ്റെ ഒരു ഡിസിഷൻ്റെ പുറത്താണ് കേട്ടോ. കാരണം ഈ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തത് ഞാനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ടെൻഷൻ ഉണ്ടായിരുന്നു. ഡാഡി എന്തായിരിക്കും പറയുന്നത്, ഡാഡിക്ക് ഓക്കെ ആവോ, ഇഷ്ടപ്പെടുമോ എന്നൊക്കെ വളരെ. പക്ഷെ പിള്ളേർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് നല്ലത് 100% എനിക്ക് ഉറപ്പായിരുന്നു. കാരണം പൂളല്ല ആഡഡ് ആണ് കേട്ടോ. പൂളുള്ളത് കൊണ്ട് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അതിനായിട്ട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ പ്രൈവറ്റ് പൂളല്ല കേട്ടോ, നമുക്ക് കോമൺ പൂളാണുള്ളത്. പ്രൈവറ്റ് പൂളിന് അതിൻ്റെതായ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ചെക്ക് ഇൻ ചെയ്ത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി നമുക്കിവിടെ ഐഡൻറ്റിറ്റി കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. നമ്മുടെ 2 പ്രൂഫ് കൊടുക്കണം. അപ്പം എൻ്റെയും ജിജോടെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ജിജോ അവിടെ ഇരുന്നു. അപ്പോൾ അവിടുത്തെ ആ റിസോർട്ടിൽ തന്നെ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ആണ് കേട്ടോ. അവരുടെ ആ ഒരു സൈഡിലുള്ള തേയിലത്തോട്ടമാണ് കേട്ടോ. ഇനിയും അങ്ങോട്ട് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾക്ക് കയറി വന്നപ്പോൾ തന്നെ എനിക്ക് ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ചൂസ് ചെയ്ത സ്ഥലം എന്തുകൊണ്ട്
എന്തുകൊണ്ടും ബെറ്ററാണെന്ന് തോന്നുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ലേ? അതായിരുന്നു കേട്ടോ എനിക്ക് അവിടെ ചെന്ന് ഫസ്റ്റ് വ്യൂ. അത് കഴിഞ്ഞിട്ട് അവർ നമുക്കൊരു മസാല ടീ ആണ് കേട്ടോ, മസാല ടീ തന്നായിരുന്നു. നല്ല നല്ല ഫ്ലേവർ, കുറേ മസാലകളുടെ ഒരു ഫ്ലേവറുള്ള ഒരു ഇതായിരുന്നു. ഞാൻ കഴിച്ചായിരുന്നു, നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി കുടിച്ചില്ല കേട്ടോ, അവൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ റൂമിൻ്റെ കാര്യങ്ങളും പിന്നെ പേയ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ അഡ്വാൻസ് ബുക്കിങ്ങിൽ പ്രീ ബുക്കിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പേയ്മെൻറ്റ്. അപ്പം ഓരോ റൂംസിൻ്റെ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് പയ്യന്മാരുണ്ട്. അപ്പോൾ ഈ പയ്യനായിരുന്നു കേട്ടോ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിരുന്നത്. അപ്പം പുള്ളി കാര്യങ്ങൾ, അപ്പം നമ്മൾ കുറച്ച് പേയ്മെൻറ്റ് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ ടീയൊക്കെ ചോദിച്ചു എന്ത് ടീയാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓരോ കാഴ്ചകളൊക്കെ കാണുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് ടൈം ആക്കി കഴിഞ്ഞപ്പോൾ നമ്മളത് റൂമിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ചോക്കുട്ടൻ ചേട്ടായി വെള്ളവും കുപ്പിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഡാവിക്കുട്ടൻ എണീറ്റ് കണ്ണു തുറന്നപ്പോൾ അമ്മ ഇത് ഏതാ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ നമ്മളെ ഫ്രണ്ടേജിൽ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന കുട്ടി നമ്മുടെ ഡാവിക്കുട്ടിനെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോൾ അവന് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കി കേട്ടോ. അവൻ പിന്നെ ഉറക്കത്തിലൊക്കെ ആയിരുന്നതുകൊണ്ട് ആളങ്ങനെ ഭയങ്കര ചീറപ്പൊന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചൊക്കെ ഒന്ന് തിരിച്ചു വന്നൊരു പുഞ്ചിരിയൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തേനും കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ മിഠായിയൊക്കെ വാങ്ങിച്ച് തിരിച്ച് നമ്മുടേത് ഏറ്റവും സീറോ ലെവലായിരുന്നു കേട്ടോ, ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലും താഴെ ഉള്ളൊരു ഫ്ലോറായിരുന്നു കേട്ടോ, സീറോ ലെവലായിരുന്നു. നമ്മൾ ലിഫ്റ്റിലേക്ക് പോയി. ഇവിടെ നമ്മൾ പോകുന്ന വഴിയെ നമ്മൾ ഇതിപ്പോൾ നമ്മുടെ പെട്ടിയായിട്ട് അവിടുന്ന് ഒരു ചെക്കനുണ്ട് കേട്ടോ നമ്മുടെ കൂടെ, പയ്യനുണ്ട്. അപ്പോൾ അവൻ വന്ന് നമുക്ക് ബാക്ക് റൂമിൽ വെച്ച് തരും. അപ്പോൾ അവിടെ നമുക്ക് കുട്ടികളുടെ പൂളും പ്ലേ ഗ്രൗണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക്, ഞാനപ്പോൾ അവിടെ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയപ്പോൾ ഡാഡി പറയുന്നുണ്ടായിരുന്നു നമുക്ക് റൂമിൽ പോകണം, കാരണം നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്ന കാരണം ഡാഡിക്ക് ഒന്ന് ഏർജൻസി ആയിരുന്നു കേട്ടോ. കാരണം റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ആൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ, ഡ്രൈവ് ചെയ്ത് വരുന്നതല്ലേ അതിൻ്റേത്. ഒറ്റ സ്ട്രെച്ചിൽ മാറി ഓടിക്കാനൊരു ഇതില്ലാത്ത കാരണം ഒറ്റ സ്ട്രെച്ചിൽ വരുന്നതുകൊണ്ട് ഡാഡിക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ ആയിട്ട് കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങാമായിരുന്നു കേട്ടോ. നമുക്ക് 5-6 സ്റ്റെപ്പ്, കുറേ റൂമുകളുണ്ട് കേട്ടോ. നമ്മൾ നോൺ AC റൂമാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്തായാലും മൂന്നാറല്ലേ, തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ AC ഉണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ ചത്തുപോയായിരുന്നു കേട്ടോ. ഇത് കേവ് റൂമാണ് കേട്ടോ, കേവ് റൂമിൻ്റെ ആ ഒരു പോർഷനാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു റൂം, കാരണം നമുക്ക് ഫോട്ടോയും കാര്യങ്ങളും അവർ നേരത്തെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റൂമിൻ്റെത്. പക്ഷേ വീഡിയോയ്ക്കകത്ത് കാണുന്നതിൽ ഒത്തിരി നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ റൂം. ഇതൊരു 5 സ്റ്റാർ സെറ്റപ്പ് റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പലതരത്തിൽ പല റേഞ്ചിലുള്ള റൂമും കാര്യങ്ങളും കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടത് നമുക്ക് എത്തിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ബാൽക്കണിയിലെ വ്യൂവും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഡയറക്റ്റ് ബാൽക്കണിയിലേക്ക് നമ്മുടെ തേയിലത്തോട്ടത്തിലുള്ള വ്യൂവും കാര്യങ്ങളും ഒരിത്തിരി നല്ല രീതിയിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് നമ്മുടേതായ ബഡ്ജറ്റിലുള്ള എന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വ്യൂവും കാര്യങ്ങളും. നമ്മുടെ ചേട്ടായി ഇതേ നമുക്ക് തുറക്കുകയും എടുക്കുകയും ബാൽക്കണിയിലെ വ്യൂ ഇതാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഒരു മരമൊക്കെ ഉണ്ടായിരുന്നു, അത് പൂവൊക്കെ പിടിച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ലായിരുന്നു എന്ന് വേണം പറയാൻ, കാരണം അമ്മാതിരി തണുപ്പും ചെറിയ ചെറിയ മഴത്തുള്ളികളും വേറെ ലെവലായിരുന്നു കേട്ടോ ഗൈസ്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഡാഡി അർജൻറ്റായിട്ടൊന്ന് ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ആവാൻ പോകുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നത് ഇത്തിരി നേരം ഒന്ന് റൂമിൽ ഇരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബാൽക്കണിയിൽ പോവും, ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കും. ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ, കാരണം ഈ മഴയുണ്ടോ എന്ന് ഇറങ്ങി നോക്കി വീഡിയോ എടുക്കലായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. നമ്മൾ കയറിയ പാടെ തന്നെ നമ്മൾ റൂമിൽ ലഗേജൊക്കെ വെച്ച് ഇത്തിരി ഡിസ്ട്രാക്റ്റഡ് മെസ്സായിട്ടാണ് നമ്മുടെ റൂം കിടക്കുന്നത്. നമ്മളിവിടെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചെക്കിനായി. പിറ്റേ ദിവസം നമ്മൾ 11 AM, അതായത് 11 മണിയാകുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി നേരം നമ്മൾ റൂമിൽ കയറി ഒന്ന് ബാത്റൂമിൽ കാര്യങ്ങളൊക്കെ പോകുന്നതിലും ഒന്ന് ഫ്രഷ്നപ്പ് ആവുന്നതിലൊക്കെ ഒന്ന് ഇത്തിരി ഒരു ലാഗ് വന്നത് കാരണം നമുക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഇപ്പോഴാണ് കേട്ടോ ഗൈസ് ഞാൻ ആ വീഡിയോക്കകത്ത് എൻ്റെ കുറിയുടെ അളവ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന പാടെ തന്നെ ഇത്തിരി നേരം ഇരുന്ന് റൂമിൻ്റെ അകത്തിരുന്ന്, അപ്പോൾ ഡാവിക്കുട്ടിന് ഇത്തിരി പാല് കാര്യങ്ങളൊക്കെ
കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഡാവിക്കുട്ടന് ഒരു സ്ഥലം മാറിയതിൻ്റെ ഒരിത് ഡാവിക്കുട്ടന് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇച്ചിരി നേരം ആൾ ഈ കരച്ചിലായിരുന്നു കേട്ടോ ഈ റൂമിൽ വന്നിട്ട്. കാരണം സ്ഥലം മാറി, വീട് മാറി, റൂം മാറി എന്നുള്ളത് കൊണ്ടിട്ട്. അപ്പോൾ ചേട്ടായി വന്ന പാടെ തന്നെ കാർട്ടൂൺ ഉണ്ടോ അമ്മയെന്നും പറഞ്ഞ് TV വെക്കാൻ നോക്കുന്നതാണ് കേട്ടോ കണ്ടത്. ഡാഡി വന്ന് ബാത്റൂമിൽ പോയി ഫ്രഷ്നപ്പായി നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാൽക്കണി തുറന്നിടുമ്പോൾ ഡാഡി വഴക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, നീ എന്തിനാണ് ഈ ബാൽക്കണി തുറന്നിടുന്നതെന്ന്. കാരണം എനിക്ക് ഈ ബാൽക്കണി കണ്ടിട്ട് ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. ഞാൻ പിന്നെയും പോയി തുറക്കും, പിന്നെയും അടയ്ക്കും, പിന്നെയും പോയി തുറക്കും. കാരണം നല്ല വ്യൂ ആയിരുന്നു, നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. ബാൽക്കണി തുറന്ന് ഒന്നാമത് AC ആയിരുന്നു നമ്മൾ പ്രിഫർ ചെയ്തത് എന്തുകൊണ്ട് നല്ലതായിരുന്നു കേട്ടോ. കാരണം AC ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ തണുപ്പ് തന്നെ AC കൂടി ആയിരുന്നെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. ഇവിടെ പോകാൻ പ്ലാനുള്ളവർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ എവിടെയാണ് പോയത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ തരാം. അപ്പം അല്ലെങ്കിൽ ത്രൂ ഔട്ട് നമുക്ക് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ ചേട്ടായി ഇരുന്ന് കളിയും കാര്യങ്ങളൊക്കെയാണ്. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനും ഓക്കെ ആയി കേട്ടോ. വന്ന് കയറിയ സമയത്ത് തന്നെ നമ്മുടെ റൂമിൽ ഇത്തിരി നേരം ലാഗായി പോയോ, സമയം കളഞ്ഞോ എന്ന് തോന്നിപ്പോയി. ഞങ്ങളിത് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് റിസോർട്ടും കാര്യങ്ങളുണ്ട്. റിസോർട്ടല്ല കേട്ടോ, റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വേണ്ടവർ ഫുഡും കാര്യങ്ങളും കഴിക്കാം. അപ്പോൾ ഞങ്ങളിത് പുറത്ത് പോയി ആ വഴിയെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഔട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഷാജിച്ചേട്ടൻ്റെ കടയുണ്ടെന്നും പറഞ്ഞ് ഭയങ്കര വൈബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിരക്കി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡാഡി വണ്ടി എടുക്കാൻ പോയേക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ പാർക്കിങ്ങിൽ അവർ വണ്ടി കൊണ്ടേക്ക് ഇട്ടേക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ ടൈം. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ടുവന്ന് ഇവിടെ തിരിച്ചിട്ട് തരും. അപ്പം ഏത് സമയം വേണമെങ്കിലും നമുക്ക് വണ്ടി കൊണ്ടുവന്ന് ഇടുകയും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് 16 കിലോമീറ്ററും കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ നമ്മളൊരു ഓട്ടോക്കാരനെ എവിടെ പോയാലും നമുക്ക് ഓട്ടോക്കാരനെ ഒരു വിളിട്ട് കളിയില്ലല്ലോ ഡാഡിക്ക്. അപ്പോൾ ഡാഡി ഓട്ടോക്കാരൻ്റെ അടുത്ത് വഴിയൊക്കെ ചോദിച്ച് സംസാരിച്ച് അപ്പോൾ നല്ല ഫുഡ് കിട്ടുന്ന കടയൊക്കെ പറഞ്ഞപ്പോൾ അവരിതൊരു ഷാജിച്ചേട്ടൻ്റെ കട പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിയും ഡാവിക്കുട്ടനൊക്കെ നല്ല കളിയാണേ. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു റൂട്ടിനൊരു പേര് പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ച് ആനവാതിൽ ആനച്ചാൽ ആ ഒരു റൂട്ടിലൂടെയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഇറങ്ങി നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. അത്യാവശ്യം നല്ല കാണാനൊക്കെ ഉള്ളൊരു വൈബായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ പറയുന്നുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ നമുക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകുന്നത് ഇത്തിരി തിരക്ക് പിടിച്ചായിരുന്നു. കാരണം നമുക്ക് തിരിച്ച് റിട്ടേൺ വരാനുണ്ടായിരുന്നു. പക്ഷേ ഇത്തിരി ഞങ്ങൾക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി. ഒരിച്ചിരി ഞങ്ങളൊന്ന് ടെൻസ്ഡായി. കാരണം നമ്മുടെ ആക്ടിവിറ്റീസ് മിസ്സാവുമോ എന്നുള്ള ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇത്ര ടൈം വരെ നമുക്ക് അവരൊരു ചാർട്ട് ടൈം തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മിസ്സാവുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഷാജിച്ചേട്ടൻ്റെ അത്യാവശ്യം നല്ലൊരു ഫുഡ് കിട്ടുന്ന കട. ഞങ്ങൾ തിരഞ്ഞു പിടിച്ച് അവിടെ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും ജോക്കുട്ടൻ ചേട്ടായും പതു പല്ലവി ബിരിയാണി ഡാഡി ഒരു ഊണാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഡാഡിയുടെ ഒരു ഊണ് വന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഊണായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഫുഡ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ റേറ്റാണ് കേട്ടോ, നമ്മൾ റേറ്റ് പ്രതീക്ഷിക്കുന്ന കണക്കൊന്നുമല്ല. ഈ ഇരിക്കുന്ന ബീഫ് കറിക്കൊക്കെ അത്യാവശ്യം നല്ല റേഞ്ചായിരുന്നു കേട്ടോ. നമ്മുടെ കൊച്ചിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ കയ്യെത്തും ദൂരത്ത് കിട്ടുന്നത് കാരണമേ എല്ലാം ചീപ്പായിട്ട് കിട്ടുന്ന കണക്ക് തോന്നും കേട്ടോ. കാരണം ഇവിടെയൊക്കെ ഒരു ബിരിയാണിക്കും ഈ 5 സ്റ്റാർ ഹോട്ടലിൽ കൊടുക്കുന്നതിൽ റേറ്റായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഇവിടങ്ങളിലുള്ള കടകളിലൊക്കെ ഫുഡിൻ്റെയൊക്കെ വില കേട്ടാൽ നമുക്ക് അങ്ങനെ തോന്നിപ്പോവും കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. തിരിച്ചു വരുന്ന വഴിയും നമുക്ക് ഇഷ്ടം പോലെ കാഴ്ചകളും കാര്യങ്ങളും വണ്ടിക്കകത്തിരുന്ന് കാണാൻ പറ്റി. കാരണം പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് റിസോർട്ടാണ്, അവിടെയാണ് നമ്മളൊന്ന് പോയിന്റ്. കാരണം ഇതെപ്പോഴും നമ്മൾ വരുമ്പോൾ കാണുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ആയ കാര്യം. അപ്പോൾ റിസോർട്ടിലെ ആക്ടിവിറ്റി മിസ് ചെയ്യരുതെന്ന് നമുക്ക് എന്തായാലും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ച് പിടിച്ച് പോയി. ഒത്തിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ കുറേ കറങ്ങി അവസാനം തിരിച്ച് നമുക്ക് ഈ ചോദിച്ച് നമ്മൾ 2-3 കിലോമീറ്റർ വെറുതെ ഓടി കേട്ടോ, ഒരു കാര്യമില്ലാതെ. അപ്പോൾ ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി.
നമുക്ക് ഇത്തിരി ടെൻഷനായി പോയി കേട്ടോ. കാരണം നമ്മൾ വന്നത് തന്നെ റിസോർട്ടിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി ഹർബറി ആയപ്പോൾ പിന്നെ ഞങ്ങൾ റിസോർട്ടിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അവിടെ വന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് സ്റ്റോർ ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നമുക്ക് ബ്യൂറോവും കാര്യങ്ങളും ഷെൽഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും പെട്ടിയൊക്കെ വരുന്ന വഴി വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ ഇത് നേരത്തെ വീടിക്കകത്ത് പറഞ്ഞ കണക്ക് കുറേ കവറൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതൊക്കെ കവർക്ക് നമ്മൾ പുതിയ പെട്ടിക്കകത്തെടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ഓഫറിന് ഒരു 1300 1400 നമ്മുടെ നാട്ടിൽ കൊടുക്കണം കേട്ടോ. ആ ഒരു റേഞ്ചുള്ള സാധനം നമുക്ക് 900 രൂപയ്ക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നൊക്കെ നോക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് മിസ്സാവുമെന്നായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പേടി. കാരണം ആക്ടിവിറ്റീസ് നമുക്ക് ട്രക്കിംഗ് എന്താണ് ഇതെന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താലേ അറിയുള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് പോയപ്പോൾ തിരിച്ചൊന്നും തോന്നിയില്ല കേട്ടോ. ട്രക്കിങ്ങിൽ അവിടെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒന്നും വലിയ ഗുമ്മൊന്നും തോന്നിയില്ല. ഞങ്ങൾ നോർമലി ഇരിക്കുന്ന കണക്ക് ജീപ്പിൽ ഇറങ്ങി അങ്ങ് പോകുന്ന കണക്കാണ് തോന്നിയത്. പക്ഷേ അവിടെ തന്നെ ചെന്ന് കഴിയുമ്പോൾ അത്യാവശ്യം അവരുടെ ആ ഒരു സ്ഥലത്ത് ഇട്ടാവട്ടത്തെ സ്ഥലത്തിലുള്ള കാഴ്ചകളാണ് കേട്ടോ. പക്ഷെ ഗംഭീരം തന്നെയാണ്. ആ ഒരു ചെറിയൊരു ഇതിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ ട്രക്കിംഗ് ആണെങ്കിലും ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു രസമാണ് കേട്ടോ. നല്ല വളവും ചരിവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലും രസം നമുക്ക് തിരിച്ച് കയറിയപ്പോഴായിരുന്നു കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മുടെ കൂടെ വേറൊരു ഫാമിലി ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ കൂടെ ട്രക്കിങ്ങിൽ ഇപ്പോൾ ഒരു ജീപ്പിൽ ഇത്ര നമുക്ക് എങ്ങനെയാണോ ആളുകൾ കയറാൻ പറ്റുന്ന രീതിയിൽ കയറാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കാണാനുണ്ട് അവിടെ. അവരുടെ ആ ഒരു സ്ഥലത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് നടക്കാം. അപ്പം അവിടെ പോയി ഞങ്ങൾ അധികം ദൂരമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ ഈ ഒരു ജീപ്പിലുള്ളൊരു യാത്ര. അവരുടെ ആ ഒരു സ്ഥലത്ത് നമ്മളൊന്ന് ചുറ്റിക്കൊണ്ടൊന്ന് കാണിക്കും. അപ്പോൾ ഈ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ ഫോണിൽ കണ്ടാൽ പോരാ കേട്ടോ, അമ്മാതിരി നല്ല വൈബായിരുന്നേ. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഒരു കുറച്ച് പറമ്പാണ് കേട്ടോ, ഒരു പുരയിടമാണ്, ഒരു സ്ഥലമാണ്. ഇവിടുന്ന് ഇങ്ങനെ ഇതേപോലെ നമ്മളിങ്ങനെ കയറിയ സ്റ്റെപ്പൊക്കെ കയറി നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ. ഈ ഒരു കുളം തന്നെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലായിരുന്നു. ഇതിൻ്റെ ഒരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ നല്ല വൈബായിരുന്നു, നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്കിത് വാക്കുകളിൽ എങ്ങനെ പറഞ്ഞ് നിങ്ങളെ അറിയിക്കണം എന്നറിയില്ല കേട്ടോ. അമ്മാതിരി രസമായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. ഞങ്ങളുടെ കുളവും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചും നമുക്ക് ഇതിൻ്റെ അകത്ത് മുഴുവൻ റൂമാണ് കേട്ടോ. നമുക്ക് പല തരത്തിലുള്ള റൂം, എന്താണ് കേവ് റൂമും അങ്ങനെ പലതരത്തിലും മരത്തിൻ്റെ മുകളിലുള്ള റൂം, അങ്ങനെ ഓരോ തരത്തിലുള്ള ഓരോ റൂമിൻ്റെ ഓരോ ഷേപ്സാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഇതെനിക്കൊരു അപാകത പറ്റിയത്, ഞാനിങ്ങനെ ലോങ് അതായത് നമ്മുടെ ഫോൺ സൈഡാക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണട്ടെ എന്നും പറഞ്ഞ് ഞാൻ എടുത്തത്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്തപ്പോൾ ബാക്കി നമ്മൾ കുറേ വീഡിയോകളൊക്കെ ഇങ്ങനെ നീളനെ എടുത്ത് വെച്ചത് കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം രണ്ടും കൂടി ഇങ്ങനെ ഒരു ഇതായി കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു സൈസ് ചാർട്ടിൽ ഇട്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് നേരി കാണുന്നതിൻ്റെ ഒരു പകുതിയിൽ അംശം പോലും കാണില്ല കേട്ടോ. ഇതൊരു റൂമാണ് കേട്ടോ. ഈ റൂമിൻ്റെ ഒരു ഫങ്ഷനിലൊക്കെ കണ്ടിട്ട് ആ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടേക്ക് നിന്ന് ചായയൊക്കെ കുടിക്കാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഭംഗിയിൽ കൂടുതൽ ഒരു ആത്മസുഖം കിട്ടും കേട്ടോ. ഇതൊക്കെ ഒരു മരമാണ് കേട്ടോ. ആ മരം ആ റൂമിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോയേക്കുന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത്. പക്ഷെ അത് വീടിക്കകത്തൊന്നും തന്നെ കിട്ടുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റൂം ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ അകത്തുകൂടി ഇങ്ങനെ വെള്ളച്ചാട്ടവും കാര്യങ്ങളും കണ്ടൊക്കെ തിരിച്ച് വരാനായിരിക്കും. പക്ഷേ ഇതിൽ കൂടി തന്നെ ഈ സ്റ്റെപ്പ് കയറി നമുക്ക് പോകുന്നതെല്ലാം ഓരോരോ റൂമിലേക്കാണ് കേട്ടോ. ഓരോ റൂമിൻ്റെ എൻട്രിയിൽ ഡിഫറെൻറ്റ് വേ ഓഫ് ലുക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ളത്. ഇവിടുന്ന് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, അവിടുന്ന് കയറി വഴി കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് മുഴുവൻ നമുക്ക് ആ ഒരു ചെറിയൊരു ഏണി കണക്ക് കൊടുത്തേക്കുന്നത് കണ്ടോ, അതിലേക്കൂടി ഇങ്ങനെ നടക്കാൻ പറ്റുന്നൊരു വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിലും ഫുൾ ഓൺ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. കാരണം നമുക്ക് നല്ലൊരു പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിലും ഓക്കെയാണ് നമ്മുടെ
നമ്മുടെ എക്സ്പെക്റ്റേഷനിലും നല്ല രീതിയിലായിരുന്നു കേട്ടോ നമ്മുടെ ഈ ട്രിപ്പ്. കാരണം നമുക്ക് കാണാനൊക്കെ, കാരണം ഈ ഒരു ട്രക്കിംഗ് മിസ് ഔട്ട്, നിങ്ങൾ മെയിനിലായിട്ട് ഈ ട്രക്കിംഗ് മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ വരുന്ന കാണുന്നത്, അവിടെ നിന്ന് നടന്നു വരുന്നത് അത്ര പോസിബിൾ അല്ല. 10 മിനിറ്റ്സ് ആണെങ്കിലും ഈ ഇറങ്ങിയാണ് ഈ ജീപ്പ് വരുന്നത്. അപ്പോൾ അത്രയും നമ്മൾ ഇറങ്ങി വരുന്നവരുണ്ടാകാം മിസ് ഔട്ട് ചെയ്യാമെന്നാണെങ്കിൽ അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. പക്ഷേ ഇതിന് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് തരും. അപ്പോൾ ആ ടൈമിങ്ങിന് എത്തുകയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും. അപ്പം നമുക്ക് കുറേ നേരം ഇങ്ങനെ നിന്ന് സ്പെൻഡ് ചെയ്യാനോ കാഴ്ചകൾ കാണാനോ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് വീഡിയോ എടുക്കാനോ ബോധമൊന്നും പോയില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നടന്നങ്ങ് ത്രൂ ഔട്ട് അങ്ങ് കണ്ടുകൊണ്ടങ്ങ് പോവുകയാണ്. അപ്പം പോരാത്തതിന് മെയിൻലി മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഈ മഴയത്ത് നടക്കുന്ന ഒരു ഇത്തിരി ടാസ്ക് ആണല്ലോ. അപ്പോൾ അവനാണെങ്കിൽ തൊപ്പിയും വെക്കാത്തൊരു പ്രകൃതമാണ്. അപ്പോൾ മറ്റേവൻ മഴയത്ത് നനഞ്ഞങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഷർട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പൊക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെ വീഡിയോക്കകത്ത് ഒന്നും തോന്നുന്നില്ല. അവസാനം ഇവിടുത്തെ ഭംഗി കണ്ടിട്ട് ഞാൻ മറ്റേ സിനിമാറ്റിക്കലി കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എൻ്റെ ഹാപ്പിനെസ്സാണ് ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് വ്യൂ ആണ്. കാരണം നല്ല ഭംഗിയാണ്. അങ്ങോട്ട് താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ എനിക്ക് താങ്ക്സ് ടു പറക്കാട്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്ന് തോന്നും കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വിളി വരികയാണ്. കാരണം എന്നെ കാണുന്നില്ല, എൻ്റെ കൂട്ടത്തിൽ വന്ന ആളുകളാണ്. അതൊരു റൂമാണ് കേട്ടോ, ഒരു കല്ലിൻ്റെയൊക്കെ ഷേപ്പിലുള്ള ഒരു റൂമാണ്. അപ്പോൾ ഈ മഴ ഇടയ്ക്കുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടങ്ങളും ഇതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ ഈ ഓരോ റൂമിൻ്റെ വാതിക്കേ പോയി നിന്നിട്ട് ഇത് റൂമാണ്, പോവാം എന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ഇതൊരു സൈഡിലൊക്കെ മിററും കാര്യങ്ങളൊക്കെ ഒരു ഡിഫറെൻ്റ് ആർട്ടാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ ആർട്ടും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം നല്ല രീതിയിൽ നല്ല ഭംഗിക്കാണ് കണ്ടോ. ഈ കമ്പൊക്കെ ഓടിയേക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. കാണാൻ നമുക്ക് അത്യാവശ്യം കാണാനുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പിന്നെ അടുത്ത സെക്ഷനിലേക്കും ഇനിയും റൂമുകളുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയില്ല. കാരണം അവർ ചിലപ്പോൾ റൂമിൽ ആളുകളുണ്ടാവാൻ ലോക്ക്ഡ് ആയിരിക്കാം. എന്നാലും നമ്മളിനി പിന്നെ റൂമിലോട്ടൊന്നും പോകണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്തുകൂടി നമ്മുടെ ബാക്കിൽ കൂടിയൊക്കെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് താഴത്തുകൂടി ഇങ്ങനെ നടക്കുന്ന പാത്തിയിൽ കൂടി ഇങ്ങനെ വെള്ളം ജമ്പ് ചെയ്ത് പോവും കേട്ടോ. നല്ല രസമാണ് അവിടെ കാണാൻ. അപ്പോൾ ഞാനിങ്ങനെ സ്പീഡിൽ വന്നത് എൻ്റെ ബാക്കിൽ ആളുകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നമ്മൾ പോകുന്ന ഈ ബംബ്ലൂസ് നാരങ്ങ പഴുത്ത് ഇഷ്ടംപോലെ ബംബ്ലൂസ് നാരങ്ങ ഇങ്ങനെ പഴുത്തിങ്ങനെ വീണ് കിടക്കുകയാണ് കേട്ടോ ആ ഷീറ്റിൻ്റെ മണ്ടയിലൊക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കുളം കണക്കും അതിനകത്ത് കുറേ ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാലൊക്കെ ഒന്ന് ഇട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ രസമായിരിക്കും. പക്ഷേ നല്ല വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. കാരണം മഴയാണല്ലോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങുകയാണ്. ഒരാൾ നല്ല രീതിയിൽ മഴയത്ത് നനയുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നും ആളുകൾ എൻട്രി ആവുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ റോപ്പിൻ്റെ പുറത്തുകൂടി പോകുന്ന ഒരു റോക്ക് വാക്കിംഗ് ഉണ്ടായിരുന്നു. അതിനെന്താണ് പറയുക, അതെന്താണ് ആക്ടിവിറ്റി എന്നൊന്നും ചോദിക്കരുത്. പക്ഷേ ഇവിടുന്ന് ഇപ്പം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ കയറാൻ ആ ഒരു റോപ്പിന് ഇച്ചിരി ഗ്യാപ്പുണ്ട് കേട്ടോ. അപ്പോൾ കാലകത്തൂടി ഇങ്ങനെ പോകുന്നത് ഇതാണ് സംഭവം. അപ്പോൾ അവന് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പേടിയുള്ളതുകൊണ്ട് ഞാൻ കയറ്റിയില്ല കേട്ടോ. പക്ഷേ എന്നിട്ട് നിങ്ങൾ ഓർക്കും ഞാൻ കയറിയല്ലോ എന്ന്. കാരണം ഇത് കണ്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ വലിയൊരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. പറക്കാട്ടിൻ്റെ തന്നെ ഒരു പേരൊക്കെയുള്ളൊരു വെള്ളച്ചാട്ടം അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ പൊക്കത്തൂടി ഇങ്ങനെ റോപ്പിൻ്റെ ഒരു സംഭവം പോകുന്നുണ്ട്. അതിൽ കൂടി നടന്ന് നമുക്ക് ഇറങ്ങാം. അപ്പോൾ ആ റോപ്പിന് ഇച്ചിരി ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാലമാകുമ്പോൾ ഒന്ന് കുടുങ്ങും. അപ്പോൾ നമ്മൾ റിസ്ക് വേണ്ടട്ടല്ലോ എന്ന് ഓർത്തിട്ട് ജോക്കുട്ടിനെ കയറ്റിയില്ല. മമ്മി കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ റോപ്പിൻ്റെ ഇതിൽ കൂടി നടക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഡാഡിനോട് ചോദിച്ചു, ഡാഡി ഇതിനകത്തൊന്നും പേടിയായിട്ടാണോ അല്ലെങ്കിൽ ഡാഡിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിട്ടാണോ, ഡാഡി വരുന്നില്ലെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞിനെ ഞാൻ പിടിക്കാം, ഞാൻ കയറി കഴിഞ്ഞിട്ട് ഡാഡി കയറാൻ പറഞ്ഞു. പക്ഷേ ഡാഡി കയറുന്നില്ല കേട്ടോ. ഡാഡി സൈക്ലിങ്ങിനും ഈ കാര്യങ്ങളിലും ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. ഡാഡി കയറിയില്ല. അപ്പോൾ ഞാൻ അതേ കയറുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ എൻ്റെ നടുക്കൂടി നടക്കുന്ന. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കൂടി ആളുകൾ പോകുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ കയറി നടന്നത് കേട്ടോ. പക്ഷെ ഞാൻ പകുതി ആയപ്പോഴേക്കും അവരങ്ങ് എല്ലാവരും ഇറങ്ങിക്കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എല്ലാം ചാഞ്ചാട്ടമാണ് കേട്ടോ. ഈ വല ഇങ്ങനെ ആടും കേട്ടോ. നമുക്ക് ബാലൻസിങ് പോവും. അവർ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു വെയിറ്റിൽ ഇങ്ങനെ നിന്ന് പോകുന്നതായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാർക്കിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്.
പാർക്കിംഗ് അല്ല കേട്ടോ, പാർക്ക് പിള്ളേരുടെ ഇങ്ങനെ കളിക്കുന്ന കുറേ സാധനങ്ങളായിട്ടുള്ള കുറേ സീസോയും സ്ലൈഡും ഇത് കണക്കുള്ള ചെയറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ജോക്കുട്ടൻ ചേട്ടാ മഴയാണ് കേട്ടോ, ജോക്കുട്ടൻ ചേട്ടായിട്ട് പറഞ്ഞിട്ട് കേൾക്കത്തുമില്ല, അതേപോലെ മമ്മിയും കേട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ ഉള്ള എല്ലാ തിങ്സിലും കയറി ഇറങ്ങി ഞങ്ങൾ ആടി അങ്ങനെ നടക്കുന്നതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ ഫുള്ളോൺ എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് മഴ പെയ്യാണ് എന്നുള്ളൊരു തോന്നൽ പോലും പോയി. നമ്മുടെ ഡാവിക്കുട്ടനും ഞങ്ങളുടെ ആട്ടം കണ്ടിട്ട് ഡാവിക്കുട്ടനും ഇത് ഞങ്ങൾ കേവ് റൂമിൽ, ഇതൊരു റൂമാണ് കേട്ടോ. നമുക്ക് റൂമിൽ ഇത് കണക്കത്തെ 2-3 റൂമുണ്ട്. ആ റൂമിൽ വിസിറ്റ്, അതായത് നമ്മളെപ്പോലെ ഗസ്റ്റ് ഇല്ലെന്നാണെങ്കിൽ നമുക്ക് ആ റൂം വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയത് കാരണം ഞങ്ങൾക്ക് ഒരു റൂം വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അത് അങ്ങ് പൂട്ടിപ്പോയി. ഞങ്ങൾ പിന്നെ വേറൊരു റൂം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റൂമിലേക്ക് കയറുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഈ സൈക്ലിങ്ങിൻ്റെയൊക്കെ വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് എൻട്രി ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. നല്ല വൈബാണ് കേട്ടോ. ഒരു ഗുഹ കണക്കത്തെ ഒരു റൂമിൻ്റെ അകത്തോട്ടാണ് ഞങ്ങളിങ്ങനെ കയറി പോകുന്നത്. ഇതിലും നമുക്കൊക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം, നമ്മുടെ പാക്കേജൊക്കെ ഓക്കെ ആണെന്നാണെങ്കിൽ ബുക്ക് ചെയ്ത് നമുക്ക് വിസിറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ വേറെ ഇതാണ്. അപ്പോൾ നമുക്കിത് വിസിറ്റ് ചെയ്യാൻ പറ്റിയ കേട്ടോ. ഈ റൂമിൽ മാത്രം ഗസ്റ്റ് ഉണ്ടായിരുന്നില്ല, വേറെ റൂമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഇൻസ്റ്റയിലെ വീഡിയോക്കകത്ത് കണ്ടതിൽ വേറൊരു ഹൈലൈറ്റ്, അപ്പോൾ ബാത്ത് ടബ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു റൂമിൻ്റെ ഭംഗിയാണ് ഇത്. ഇവർ എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പം പറയില്ലേ ആർട്ടൊക്കെ ചെയ്തേക്കുന്ന, ആർട്ടല്ലല്ലോ, ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തേക്കുന്നത് ഒരു നേച്ചർ വൈബിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് താഴത്തേക്ക് നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് നമുക്ക് 2 പേർക്ക് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്, ചായയും കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു വ്യൂ ഒക്കെ കണ്ട് ചായ. ഇതാണ് കേട്ടോ ബെഡ്. അപ്പോൾ ജോക്കുട്ടൻ ചേട്ടാ അതിനോട് ഞാനൊന്ന് കിടന്നോടാ, മറ്റേ രാജകീയമായ ബെഡി വേണമെങ്കിൽ ഒന്ന് കിടന്ന് നോക്കടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ബാത്ടബാണ്. ഇത് എന്നോട് ചോദിച്ചു കേട്ടോ ചേട്ടായി അത് എന്ത് സാധനമാണ് അമ്മി, കാരണം നമ്മളിപ്പോഴാണല്ലോ ആ സാധനം കാണുന്നത്. ഇത് ബാത്റൂം സെക്ഷനാണ് കേട്ടോ. അതും നല്ല വിശാലമായ ഒരു സ്പേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതേപോലെ തന്നെ ഇതിലും ഒരു എക്സ്ട്രാ നല്ലൊരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറ്റിയില്ല. ഞങ്ങൾ ചെന്നപ്പം അത് ലോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എൻ്റെ സമയം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ആ റൂമൊക്കെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇറങ്ങുന്നതാണ് കേട്ടോ കാണുന്നത് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് അവിടെ ഈ സൈഡിലായിട്ട് സൈക്ലിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ ഓരോ സെക്ഷനിൽ ആളുകളെ കൊണ്ടുവന്ന് ഇറക്കി പിന്നെ തിരിച്ച് അതേ നമ്മൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഈ റൂമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നേ അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്കിത് ഇങ്ങനെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലും പതിവ് പോലെ മമ്മീനോട് കയറുക. അപ്പോൾ ജോക്കുട്ടിനോട് ഇത് ഞങ്ങൾ കയറാൻ പറഞ്ഞു കേട്ടോ. കാരണം ഇതിൽ നമുക്കിങ്ങനെ നമ്മളെ സെക്യൂർഡാക്കി ഫിറ്റ് ചെയ്യുന്ന ഒരു ബാലൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണ് ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനോട് കയറാൻ പറഞ്ഞിട്ട് ജോക്കുട്ടൻ ചേട്ടായിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പേടിയായി കേട്ടോ. പക്ഷേ റോപ്പിൽ കയറാൻ അയാൾ മമ്മിയുടെ കൂടെ കയറാമെന്ന് പറഞ്ഞ ആളായിരുന്നു. പക്ഷേ ഇതിൽ കയറടാന്ന് പറഞ്ഞിട്ട് പോലും കയറിയില്ല. പതിവ് വല്ലവി പോലെ മമ്മി തന്നെ അവസാനം കയറേണ്ടി വന്നു. ഇതിലും ഡാഡി എടുത്ത് കയറ് എന്ന് പറഞ്ഞിട്ടും ഡാഡി കയറിയില്ല കേട്ടോ. ഇതിൽ നമ്മളിങ്ങനെ സൈക്കിൾ ചവിട്ടുമ്പോൾ ഇതേപോലെ ഒരു ബെൽറ്റൊക്കെ വരും, നമുക്ക് അറേഞ്ച് ചെയ്ത് ഇട്ട് തരും കേട്ടോ. അപ്പോൾ ഇതിൽ സൈക്കിൾ ചവിട്ടിയപ്പോൾ ഞാൻ ഓർത്തു നോർമലി നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന ഒരു വൈബായിരിക്കും, പക്ഷേ താഴത്തേക്ക് നോക്കി ഈ സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ താഴത്തേക്ക് നോക്കണം കേട്ടോ. നമുക്ക് വാവ് എന്നുള്ളൊരു ഫീൽ വരും കേട്ടോ. എനിക്ക് വന്നു, നിങ്ങൾക്ക് വന്നൊന്നും അറിയില്ല. വരണമെന്നാണെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു റിസോർട്ടിൽ പോയി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലൊരു സ്റ്റേക്കേഷനാണ് കേട്ടോ. നമുക്ക് ഒരു പെട്ടെന്നൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വേണം എന്ന് തോന്നുകയെന്നാണെങ്കിൽ നല്ലൊരു സ്റ്റേക്കേഷനാണ് പറക്കാട് നേച്ചർ റിസോർട്ട്. അപ്പോൾ ഇത് നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പോയതിൽ ഇഷ്ടപ്പെട്ടതിൽ നമ്മൾ പറയുന്നതാണ്. ഇവിടെ റെയിനിങ് ഡാൻസും കാര്യങ്ങളും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിള്ളേർക്ക് പാർക്കും കാര്യങ്ങളും ഉണ്ട്, റെയിനിങ് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് മഴയുള്ള അറ്റ്മോസ്ഫിയർ, ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം ഞാൻ തിരിച്ച് റിട്ടേൺ വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഡാഡി ഒരു കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ, ഞാൻ അവിടെ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, ഇത്തിരി നേരം അവിടെ നിർത്തുമെന്നും പറഞ്ഞു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എന്നെ തിരിച്ച് പുറകെയായിട്ട് വലിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വലിയ സംഭവമൊന്നുമില്ല, എന്നാലും ഒരു സംഭവം ഉണ്ട് എന്നുള്ളൊരു ഗുമ്മൊക്കെ നമുക്ക് തരും കേട്ടോ.
അപ്പോൾ ഇതേ ഞാൻ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ടൂറും കാര്യങ്ങളൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ ഓണവും കാര്യങ്ങളും സെലിബ്രേഷനൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഈ എഡിറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ സമയം കിട്ടിയത്. ഇതിൻ്റെ ഇടയിൽ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഒരു പാർക്കിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് കുറേ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഇരിക്കാനും പിള്ളേർക്കൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചിരിക്കുന്ന സംഭവം ഉണ്ടായി കേട്ടോ. അപ്പോൾ ഒരു മിറർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ആ മിററിൽ കൂടി കാണുമ്പോൾ നമ്മളെ തന്നെ കാണും കേട്ടോ. അതെന്താ പറയുന്നതെന്ന് കാണാൻ കേട്ടോ. അത് കണ്ടു നോക്ക് നിങ്ങൾ. എടാ അതിനകത്ത് മിറർ സെറ്റ് ചെയ്തിട്ടില്ലേ? അപ്പൊ അതിനകത്ത് എഴുതി വെച്ചേക്കാണ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഇൻ ദ വേൾഡ്. അവിടെ കുറച്ച് കൂടുതലകത്ത് ലവ് ബേർഡ്സും പിന്നെ എന്തോ ഇത് അങ്ങനെ എന്തോ ടർക്കിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി. അപ്പോൾ അവിടെ എന്തോ കോഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ജോക്കുട്ടൻ ചേട്ടായി അത് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ആനയുടെ ഒക്കെ കുറേ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് കയറി നിന്ന് കളിക്കി ഇടുക്കി ഞാനും പിള്ളേരുമായിട്ട് കളിച്ച് നിന്ന് സമയം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ എന്നെ തന്നെ കുറച്ചേ നേരത്തേക്ക് മറന്നുപോയി. ഞാൻ ഇവരുടെ കൂട്ടുകാരി ആവുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ പാർക്കിലൊക്കെ കയറി തിരിച്ച് നമ്മൾ ജീപ്പിന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് വരുന്ന താമസം അടുത്ത ആളുകളെ കൊണ്ട് ഇറക്കുന്ന താമസമേ ഉള്ളൂ. അപ്പോൾ ആ നേരം കൂടി ഞങ്ങൾ ആ ചെയറിലൊക്കെ കയറി ഇരുന്ന് കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ കുറേ ചില വീഡിയോസൊക്കെ വിട്ടുപോയെന്ന് തോന്നി കേട്ടോ. കാരണം വേറെയും എന്തോ കളിക്കുന്ന സാധനങ്ങളിലൊക്കെ കയറി ഇരുന്ന് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ ആർട്ടിഫിഷ്യലായിട്ട് ഓരോ ഏരിയയൊക്കെ സെറ്റ് ചെയ്തില്ലേ ഫോട്ടോഷൂട്ടിന്, അതേപോലെയുള്ള സാധനങ്ങളൊക്കെ കണക്ക് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇത് ചിൽഡ്രൻസിൻ്റെ പാർക്കാണ്. അവിടെ കുറേ ഇങ്ങനെ ആക്ടിവിറ്റീസും സ്വിങ് സാങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഞാനും കയറി ആഡ് ചെയ്യട്ടോ. ജോക്കുട്ടൻ ചേട്ടായിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ജോക്കുട്ടൻ ചേട്ടായും ഒക്കെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ചെയറിലൊക്കെ ഇരുത്തി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചില നേരത്തിൽ മറ്റേ കിലുക്കത്തിലെ രേവതിനെ കണക്ക് തോന്നിയില്ലെങ്കിൽ അതിശയമുള്ളൂ. കാരണം ഞാനും പിള്ളേരുടെ കൂടെ കളിയും കാര്യങ്ങളായിരുന്നു. ഡാഡി വേറൊരു വൈബിലും ഞാനൊരു വേറൊരു വൈബിലുമാണ് കേട്ടോ. ഡാഡി ഇതിനകത്തൊക്കെ ഡാഡിക്ക് എല്ലാം ഒരേ ഒരു വ്യൂ. ഞാൻ ഇതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവസാനം ഞങ്ങൾ കയറിയില്ല എന്ന് പറഞ്ഞ റൂമിൽ ഒന്ന് കയറി എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന്. ഇതാണ് കേട്ടോ, ഇവിടെയാണ് കേട്ടോ റെയിനിങ് ഡാൻസോ അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. തിരിച്ച് നമ്മൾ വന്നിട്ട് ജീപ്പ് വരാനുള്ള സമയം ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ പിന്നെയും ഇരുന്ന് ഊഞ്ഞാലയും കാര്യങ്ങളൊക്കെ ആടുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അവിടെ നമുക്ക് കളിക്കാനും എടുക്കാനും ഒക്കെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഡാവിക്കുട്ടനെ ആട്ടുന്നതാണ് കേട്ടോ കാര്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് നമ്മൾ മഴയൊക്കെ കൊണ്ട് നമ്മുടെ തലയൊക്കെ നനഞ്ഞു കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ രണ്ടുപേർക്കും ഞാൻ തുടച്ചൊക്കെ കൊടുത്തു തലയൊക്കെ. ഡാവിക്കുട്ടിന് വലുതായിട്ട് കാര്യങ്ങൾ കൊള്ളാതെ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് നമ്മൾ തൊപ്പിയും കാര്യങ്ങളും എടുത്തില്ല കേട്ടോ. റൂമിലായി പോയി. കാരണം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഈ ട്രക്കിങ്ങിൻ്റെ അകത്ത് ഇങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. തിരിച്ച് ഞങ്ങൾ ആ ജീപ്പിൽ തന്നെ അങ്ങോട്ട് റൂമിൻ്റെ അവിടെ ഇങ്ങോട്ട് കൊണ്ടാക്കുന്നതാണ് കേട്ടോ. കണ്ടോ, നമ്മൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കണ്ടു, എൻജോയ് ചെയ്തു. അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം പങ്കെടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ആ ജീപ്പിൽ ട്രക്ക് ചെയ്ത് കൊണ്ടുവന്നാണ്. തിരിച്ച് പോകുന്നതായിരുന്നു കേട്ടോ. നല്ല രസം, നല്ല സ്പീഡിനായിരുന്നു. പക്ഷേ ഭയങ്കര ജർക്കിംഗ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാഡിക്ക് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാഡിക്ക് ചിരിക്കുക. ഡാഡി അങ്ങനെ പൊതുവേ ഭയങ്കര കോൺഷ്യസ് ആയിട്ടേ പുറത്ത് ബിഹേവ് ചെയ്യുള്ളേ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് എപ്പോഴാണോ എക്സ്പ്രസിങ് അതെ ഈ പൊട്ടത്തരമാണെന്നാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനിരുന്ന് ആർമാദിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ വേറെ കപ്പിൾസും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെന്നോട് ചോദിച്ചു, ഈ ഇമാതിരി ആഹ്ലാദവും ചിരിപ്പും കണ്ടിട്ട് പേടിയായിട്ടാണോ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നതെന്ന് ആലോചിച്ചു കേട്ടോ. പക്ഷെ പേടിയല്ലായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പം എൻ്റെ മുഖത്ത് തന്നെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഈ പൂൾ ഏരിയയിലേക്ക് വന്നു കേട്ടോ. കാരണം
ഇതിനൊക്കെ നമുക്ക് ടൈമിംഗ് ഉണ്ട് കേട്ടോ. ടൈമിംഗ് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ. നമുക്ക് പൂള് 7 to മോർണിംഗ് 7 AM വരെ ഞാൻ തോന്നുന്നു കേട്ടോ, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ പൂൾ ഏരിയയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഡാഡി ഇതിലും ഇറങ്ങിയില്ല. അപ്പോൾ അതുപോലെ എനിക്ക് ഡാഡി ഇറങ്ങണം, ഞാൻ ഡാഡീനെയൊക്കെ ആയിട്ട് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ കിടന്ന് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പ്രൈവസിയും കാര്യങ്ങളും അവിടെ നമുക്ക് പ്രൈവറ്റ് പൂളാണെങ്കിൽ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. ഞാൻ പിള്ളേരെയായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഡാഡി എവിടെ നിന്ന് ഞങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരികയും ചെയ്തോളൂ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഐഫോൺ ഒന്ന് ഇത്തിരി വെള്ളം കയറിയ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്ന കാരണം ചെടയ്ക്കൊന്ന് ഡാഡി ഒന്ന് ഡൗൺ ആയി കേട്ടോ. കാരണം ഞങ്ങൾ ഐഫോൺ എടുത്തിട്ടൊരു 1 year ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഐഫോൺ ആണെങ്കിലും എന്ത് ഫോണാണെങ്കിലും നമുക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ ഇടയിൽ ചീത്തയാകുമെന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടമാണല്ലോ. അപ്പം നമ്മുടെ ഡാവിക്കുട്ടന് ആദ്യം പേടിയായിരുന്നു കേട്ടോ, എനിക്കും പേടിയായിരുന്നു. പക്ഷേ ഡാഡി എന്നെ ഒരു ഉന്ത് വെച്ച് തന്നിട്ടാണ് നമ്മളെ വെള്ളത്തിലോട്ട് ഇറക്കിയത് കേട്ടോ. അപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇറങ്ങാനൊരു താമസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞ കണക്കായിരുന്നു ഞാനും പിള്ളേരും. എന്നെ ഡാഡി ഉന്തി വിട്ടത് മാത്രം ഡാഡിക്ക് ഓർമ്മയുണ്ട്. ഡാഡി പിന്നെ വിളിച്ചിട്ട് ഞങ്ങൾ വാടി പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നിലും അപ്പുറത്തായിരുന്നു കേട്ടോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി. കാരണം ജോക്കുട്ടൻ ചേട്ടായിനെ കൈ വിട്ട് കഴിയുമ്പോൾ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഇങ്ങനെ ചെവിയുടെ അവിടം വരെ വെള്ളം നിൽക്കും കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് ഇത്തിരി പേടിയായതുകൊണ്ട് ഞാനിങ്ങനെ ചേട്ടായിനെ ഓരോ പൊസിഷനിൽ കൊണ്ടുപോയി നിർത്തുന്നതാണ്. ഡാവിക്കുട്ടനെ നമ്മൾ നെഞ്ചിൻ്റെ താഴെ അങ്ങനെ നനച്ചില്ല കേട്ടോ. കാരണം അവനെങ്ങനെ നമ്മൾ ആ ഒരു അരയുടെ അവിടം വെച്ചിട്ടാണ് കളിപ്പിക്കുക എടുക്കുകയൊക്കെ മാക്സിമം ചെയ്തത്. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഡാവിക്കുട്ടനും കയറുന്നില്ല കേട്ടോ. ഡാവിക്കുട്ടനും ഈ കളിപ്പിക്കുന്നതിൻ്റെ അവിടെ കുറേ പിള്ളേരും കുഞ്ഞിക്കുട്ടികളും പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവനൊരു മോനായിരുന്നേ, എൻ്റെ ബ്രദറിൻ്റെ പ്രായം ഉണ്ടാവും. നല്ല സ്നേഹമായിരുന്നു, കുഞ്ഞിനെ കളിപ്പിക്കലും എടുക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വൈബിൽ നിന്ന് ജോക്കുട്ടൻ ചേട്ടായി ഇങ്ങനെ എൻ്റെ മേത്ത് കയറി നിന്നായിരുന്നു കേട്ടോ കളി. കാരണം അവന് താഴത്തോട്ട് പോകുമെന്നുള്ളൊരു പേടി കാരണം. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കോടെ ഇറങ്ങി കേട്ടോ ഗൈസ്. കാരണം ഇത് ഈവനിങ് ആണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഒരു സന്ധ്യയൊക്കെ ആവാറായി. ഒരു ടൈം ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഒരു 5:30 കഴിഞ്ഞ് എന്തായാലും. കാരണം ട്രക്കിങ് നമുക്ക് 5:30-6 മണി വരെ ഉള്ളൂ. 6 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങളിത് കയറി. പിന്നെ നമുക്ക് വെറ്റായിട്ട് നനഞ്ഞിരുന്നത് കാരണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ റൂമിൽ പോയി ചേഞ്ച് ചെയ്ത് തിരിച്ച് ഞങ്ങൾ രാത്രി നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രൈവറ്റായിട്ട് പങ്കെടുക്കണമെന്നാണെങ്കിൽ പങ്കെടുക്കാം. പക്ഷെ നമ്മൾ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണല്ലോ, നമ്മൾ റിസോർട്ടിലെ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. അപ്പോൾ നമ്മളിതേ ആദ്യം ഡാഡി വിചാരിച്ച് പോവണ്ട, പക്ഷേ അവിടെ DJ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വൈബും പാട്ടൊക്കെ കേട്ടപ്പോൾ എനിക്കും ചോക്കുട്ടൻ ചേട്ടായിക്കും റൂമിൽ ഇരിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാഡി എന്തായാലും വന്ന് നമുക്ക് പോയി നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പിള്ളേരെ റെഡിയാക്കി ഞങ്ങൾ ഫ്രഷ്നപ്പായി ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കേക്ക് പറഞ്ഞിട്ടുണ്ട്. 8 o'clockനാണ് കേക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ അവിടുത്തെ പിള്ളേരെയും കൂടി ക്ഷണിച്ചായിരുന്നു കേട്ടോ അവിടെ റെസ്റ്റോറൻറ്റിലുള്ളത് നമുക്ക്. പക്ഷെ അവിടെ നിന്ന് നല്ല തിരക്കായതുകൊണ്ട് അവർക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് റൂമിലേക്ക് കേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത്തിരി നേരമൊക്കെ നല്ല തിരക്കായിരുന്നതുകൊണ്ട് ഡാഡി വന്നപ്പോൾ തന്നെ ഇവിടുത്തെ വൈബ് കണ്ടപ്പോൾ ഞങ്ങളെയും പിടിച്ചങ്ങ് മാറി നിന്ന് കേട്ടോ. നമുക്ക് മാറി നിന്ന് കാണാമെന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് അങ്ങനെയുള്ളൊരു രീതിയേ ഇല്ല കേട്ടോ. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ എല്ലാത്തിലും ഇൻവോൾവായി എനിക്കിങ്ങനെ നിൽക്കണം. അപ്പോൾ എനിക്ക് അവിടെ പോയി നിന്ന് ഇവരെല്ലാവരും അപ്പം ഇവിടെ കുറേ ഫാമിലി എല്ലാവരും കൂടി ക്യാമ്പ് ഫയറിന് ഗെറ്റ് ടുഗെദർ, നമ്മൾ പരിചയമില്ലാത്ത ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അവരവരുടേതായ രീതിയിൽ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ചുറ്റും ഇതിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ആളുകളൊക്കെ റൗണ്ട് ചെയ്ത് എല്ലാവരും കൂടി ഒരു കോമ്പിനേഷനായിരുന്നു. ഇന്ന ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് മാറി നിന്നു. ഡാഡി നമ്മളായിട്ട് മാറി നിന്ന് പിള്ളേർ ആ ഒരു വൈബിലേക്ക് സെറ്റ് ആവട്ടെ എന്ന് ഓർത്ത്. അത് കഴിഞ്ഞപ്പോൾ മമ്മി അങ്ങ് കയറി കേട്ടോ. മമ്മി ഡാൻസ് കളിക്കാൻ ഞാൻ ഫ്രണ്ടിലോട്ടൊക്കെ കയറി പിള്ളേരായിട്ടൊക്കെ ഒന്ന് ചില്ലപ്പായി. അപ്പോൾ ഡാഡി അപ്പോഴാണ് കേട്ടോ എന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്, നീ എന്താടി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാഡി ഇപ്പോഴല്ലേ, നമ്മളെ പരിചയമുള്ളവരാരും ഇല്ല, പിന്നെ നമ്മൾ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ. ഡാഡിക്ക് പിന്നെ ഷൈ നാണോ ആയതുകൊണ്ട് ഡാഡി അങ്ങനെ വീട്ടിലും തുള്ളാറില്ല, ഇവിടെ വന്നപ്പോഴും അങ്ങനെ തുള്ളലും കാര്യങ്ങളും ഉണ്ടായില്ല. ഞാനും പിള്ളേരും നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായും ഡാഡിയുടെ കൂട്ടാണ് കേട്ടോ. അവനും ഇങ്ങനെ എല്ലാവരും തുള്ളുന്നതും ഡാൻസ് കളിക്കുന്നതും അവരുടെ വൈബൊക്കെ കണ്ട് നിന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടായിക്ക് വീട്ടിൽ പോകണം, എനിക്ക് റൂമിൽ പോകണം എന്നുള്ളൊരു ഇതായി കേട്ടോ. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് റൂമിലോട്ട് പോകണം, വീട്ടിലോട്ട് പോകണം. പക്ഷേ ഞാൻ അങ്ങ് മദ്യം മറന്ന് അങ്ങ് എൻജോയ് ചെയ്യുന്നതാണ്. ഡാവിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ശരിക്കും എൻജോയ് ചെയ്തത് ഞാനാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഡാവിക്കുട്ടിനും എൻ്റെ ജില്ലപ്പാണ്. അവനും മനസ്സിലാകാത്തതുകൊണ്ട് കുറച്ച് നേരം ആ പാട്ടൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ഒന്ന് അന്തം വിട്ട് നിന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയും ആ ഒരു വൈബിലേക്ക് വന്നു. ഞങ്ങളും പിന്നെ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഈ
സമയം DJയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ എനിക്ക് പാട്ടും വോയിസും കാര്യങ്ങളൊക്കെ ഒന്നും ഇടാൻ പറ്റാതെ വോയിസ് ഓവർ ചെയ്യാൻ വന്നേ. അപ്പോൾ ഈ പാട്ടിൽ മോനിക്ക എന്ന് പറഞ്ഞ പാട്ടെന്തോ ഇട്ടേക്കുന്ന കേട്ടോ. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് എല്ലാവരും ഭയങ്കര വൈബിലായിരുന്നു. ഞാനും കുറേ നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും ഭയങ്കര കളിയും കാര്യങ്ങളും. നമ്മുടെ ഡാവിക്കുട്ടനും ഓക്കെ ആയി കേട്ടോ. അവൻ്റെ ഒരു ചെറിയ കരച്ചിലും നല്ല സൗണ്ടിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയിൽ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ നമ്മുടെ റിസോർട്ടിൻ്റെ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാണ്. അവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഈ ഓരോരോ ഫിഗർ ഔട്ട് ചെയ്ത് ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയി ഒരു കുതിരയുടെയൊക്കെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെയൊക്കെ പോയി നിന്ന് താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് ഞങ്ങളൊരു 8 ആയപ്പോൾ റൂമിൽ കയറി. കാരണം നമ്മുടെ കേക്ക് റൂമിൽ വരും. അപ്പോൾ അവർ ഒരു പ്രാവശ്യം നമ്മുടെ റൂമിൽ വന്ന് വിളിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കേട്ടോ. കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോയി. കാരണം നമ്മൾ അറിഞ്ഞില്ല. അവർ നമ്മുടെ ലാൻഡ് നമ്പർ ആ റൂമിലെ ഫോണിലാണ് കേട്ടോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് കുറച്ച് നേരം നിന്ന് ചില്ലപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകാം എന്ന് പ്ലാൻ ചെയ്ത് വെച്ചാണ്. കാരണം ഇവിടുന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷേ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി കഴിക്കാമെന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും രാത്രിയിൽ നമുക്ക് ഇവിടുത്തെ ഒരിത്തിരി 5 സ്റ്റാർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകാൻ അതാണ് മെയിൻലി നമ്മൾ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നേരമാകും കേട്ടോ. കാരണം ഈ സമയം നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഒരു 16 കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത്. അതും അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവിടുന്ന് തന്നെ വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് വന്നു കേട്ടോ. റൂമിൽ വന്നു. ഡാഡി ദേ അവിടെ ഇരിക്കുന്ന ഒന്ന് ആളൊന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് കാണുന്നത്. അപ്പം ഡാവിക്കുട്ടൻ്റെ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ദേ ഞാനും ജോക്കുട്ടൻ ചേട്ടായി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഒരു ഇച്ചിരി നേരം ഒന്ന് അപ്പം ദേ ഫുഡൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേർ വന്ന് ഫുഡ് കൊണ്ടുവന്നു. ഫുഡും കേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ കഴിക്കാൻ പോകുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈവനിങ് നമ്മുടെ ചേട്ടായി ഇങ്ങനെ വലുതായിട്ടൊന്നും സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് വന്നപ്പോൾ തന്നെ ചേട്ടായിക്ക് കൊടുത്തു. കാരണം ഡാഡി ഇത്തിരി റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് ചിലപ്പ് ചെയ്തിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദേ ചേട്ടായി ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഇത്തിരി എടുത്ത് നമ്മുടെ ഡാവിക്കുട്ടിന് വാരി കൊടുക്കുന്നുണ്ട്. ഡാവിക്കുട്ടിന് എൻ്റെ അടുത്തിരിക്കുന്നതിലും കാര്യം നമ്മുടെ ഡാഡി അടുത്താണ് കേട്ടോ. ഏത് നേരം അവന് ഡാഡി ഉണ്ടെങ്കിൽ ഓക്കെയാണ് ആൾ. അപ്പോൾ ഞങ്ങളും ഇത്തിരി കഴിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത്തിരി നേരമൊക്കെ കഴിച്ചിട്ട് പിന്നെയും ഇരിക്കാന്നൊക്കെ ഓർത്തു. ഞങ്ങൾ അങ്ങനെ എന്തോ ഫോണൊക്കെ നോക്കി. അപ്പോൾ ഇവിടെ നമുക്ക് വൈഫൈയും കാര്യങ്ങളൊക്കെ അവർ പാസ്വേഡ് തരും കേട്ടോ. നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ആകുമ്പോൾ തന്നെ നമുക്കിവിടെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവരുടേതായ വൈഫൈയും കാര്യങ്ങളും ഒക്കെ തരും നമുക്ക്. അപ്പോൾ അതിൽ ഡാഡി എന്തോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഐഫോൺ ഇത്തിരി ഇടങ്ങേറായിട്ട് വെള്ളം കയറിയിട്ട് ഒന്ന് ഓഫായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഡാഡിക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിന് അവിടെ നിന്ന് എന്തൊക്കെയോ താഴെ പോയിട്ട് പിന്നെയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. സ്നാക്സ് ഒക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ വീഡിയോക്കകത്താണ് കേട്ടോ കണ്ടത്. ഇത് സ്റ്റാൻഡിൽ വെച്ചേക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിലോട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് കഴിക്കുന്ന എന്തോയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് സ്റ്റാൻഡിലാണ് കേട്ടോ ഫോൺ ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ 2 മിക്സഡ് ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഞങ്ങൾ ഇപ്പോൾ ജോക്കുട്ടൻ ചേട്ടായിയുടെ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഷെയർ ചെയ്ത് ഡാഡി ഫോണിലെന്തോ നോക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നല്ല തണുപ്പാണ് കേട്ടോ റൂമിൽ. നമുക്ക് വിൻഡോ നമ്മുടെ ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അടച്ചിട്ടേക്കാണ്. പക്ഷെ എന്നിട്ട് നമ്മുടെ ചേട്ടായി കേൾക്കാതെ എനിക്ക് AC വേണം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പോയി ഫാൻ ഇട്ടിട്ട് എനിക്ക് വിറച്ചിട്ട് പാടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ DJM ഡാവിഡ് ജോൺ മുതുകേൽ. അപ്പോൾ അതാണ് കേട്ടോ ഷോർട്ട് ഫോമിൽ എഴുതിയേക്കുന്നത്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. ഇത് നമ്മൾ അവിടുന്ന് തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ പിള്ളേരെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് തിരക്കായതുകൊണ്ട് വന്നില്ല. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് ഒരുമിച്ച് നമ്മുടെ ദാവിക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. നമ്മൾ മാത്രമായിട്ട് ഒരു കൊച്ചു സന്തോഷം. അപ്പോൾ വേറെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലയെന്ന് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ വേറെ വശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ കൂടെ വേണം. അപ്പോൾ ഞങ്ങളത് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കേക്കൊക്കെ വീട്ടിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേച്ചു കേട്ടോ. അതെന്തായെന്ന് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും അതിൻ്റെ അവസ്ഥ എന്തായെന്ന്.
നമ്മൾ അമ്മാമ്മയ്ക്കും മമ്മിക്കും ഒക്കെ കൊണ്ടേ കൊടുക്കാം, അപ്പാപ്പനൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അപ്പോൾ ചേട്ടായി ആദ്യം ഞാൻ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നതാണേ കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അവൾ ഓക്കെ ആയി. അപ്പോൾ കേക്കൊക്കെ ഇത് കുറേ നേരമായിട്ടോ നമ്മൾ കേക്ക് വന്നത്. നമ്മളിതൊരു ലേറ്റായിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇത് 8 മണിക്ക് നമുക്ക് 8:15 ആയപ്പോൾ റൂമിൽ എത്തി കേട്ടോ കേക്ക്. പിന്നെ അങ്ങനെ നമുക്ക് ക്ലൈമറ്റ് ഓക്കെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ കേക്ക് അങ്ങനെ ഇരുന്നോളും. ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കേക്കൊക്കെ കഴിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഡാഡി ഞാനിപ്പോൾ വീഡിയോക്കകത്താണ് കാണുന്നത്, ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഡാഡിക്ക് കൊടുത്തത്. കാരണം കുറേ നേരം ഞാനും ജോക്കൂട്ടൻ ചേട്ടായി, പക്ഷേ കേക്കിനൊന്നും വലിയ പിടുത്തമില്ല എനിക്ക്. എന്നാലും നമ്മൾ കുറേ നേരം ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യണമെന്നും പറഞ്ഞിരുന്നേച്ചാൽ ഡാഡി എന്തോ കാര്യത്തിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു, ഫോണിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിൽ. അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഡാവിക്കുട്ടിനെ ഡ്രസ്സ് ചെയ്തു. ഇതാ നമ്മൾ മീഷോന്ന് വാങ്ങിച്ച, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇതാണ് അവൻ്റെ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ അതിന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഡാവിക്കുട്ടൻ നല്ല ഭംഗിയില്ലേ കാണാൻ, അവന് ആപ്റ്റായിരുന്നു. അപ്പോൾ ഇത്തിരി ഷർട്ട് ഇത്തിരി വലുതായിരുന്നേ, പക്ഷെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തില്ല, ഞങ്ങൾ ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ കാരണം അങ്ങനെ കിടന്നു. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത്. രാവിലെ ഈ ഒരു ബാൽക്കണിയിലെ വ്യൂ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നതിൻ്റെ കാര്യം, ഞാനൊരു 6:30 ഒരു 6 o'clock ഒക്കെ ആയപ്പോൾ എണീച്ചിട്ട് നമ്മുടെ ഐഫോൺ യൂട്യൂബ് നോക്കിയിരുന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുത്ത് റിക്കവർ ചെയ്തെടുത്തു കേട്ടോ. ഫോൺ ഞാൻ ഓണാക്കി. അപ്പോൾ അതിൻ്റെതായ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫോൺ അങ്ങനെ ആയതുകൊണ്ട് നമുക്കൊരു വിഷമം, ഈ ഒരു ട്രിപ്പ് വന്നപ്പോൾ നമ്മുടെ ഫോൺ പോയല്ലോ എന്നൊരു വിഷമം വരുമോ, അല്ലെങ്കിൽ ഈ ട്രിപ്പ് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ, നമ്മൾ എല്ലാം ഹാപ്പി ആയിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കരട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ. അന്ന പോലെയായിരുന്നു നമ്മുടെ ഫോണൊന്ന് ഓഫായി പോയപ്പോൾ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ചാർജിങ്ങിന് കുത്തുമ്പം ബാറ്ററിയിൽ നമ്മുടെ ഫോണിൽ വെള്ളമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് കാണിച്ചിരുന്നേച്ചത്. അപ്പോൾ ഡാഡി ആ സങ്കടം കാരണമൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. ഞാൻ രാവിലെ എണീച്ച് ഈ ഫോൺ ഞാൻ യൂട്യൂബിൽ നോക്കിയിരുന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഞാൻ സോക്കറ്റിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 6:30 തുടങ്ങിയ സംഭവം ഞാനൊരു 8:30 ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ ക്ലിയറാക്കി ഐഫോൺ ഞാൻ ഓണാക്കി ചാർജ് ചെയ്തിട്ടു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചാർജ് ഇല്ലാതെ ബാറ്ററി ഡൗൺ ആയിപ്പോയി കേട്ടോ. അങ്ങനെയൊക്കെ കുറേ പറ്റുകളും കാര്യങ്ങളും പറ്റി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് ഹാപ്പി ആയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ബാൽക്കണി പോയി കുറച്ച് നേരം ഒന്ന് വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു. അപ്പോൾ ഡാഡിയൊക്കെ എണീച്ച് വന്നു. അപ്പോൾ നമുക്ക് ടീയൊക്കെ ഇടാൻ വേണ്ടി കെറ്റിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിനവിടെ പാലും കുപ്പിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ടൈം കിട്ടാതെ ഇവിടെ റൂമിൽ വന്നു കഴിയുമ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ എടുക്കുക വെക്കാൻ ടൈമിൻ്റെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം റൂം ഫുള്ളും മെസ്സായിട്ടിരിക്കുകയാണേ. ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ ഞാൻ റൂമിൻ്റെ ലുക്ക് കാണിച്ചു തരാം. കാരണം നമ്മൾ കിടന്ന അതേപടി ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചായയോ കോഫിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാവിക്കുട്ടൻ രാവിലെ തന്നെ ഒരു കേക്കാണ് കേട്ടോ കയ്യിലിരിക്കുന്നത്. അതുമായിട്ട് നല്ല കളിയായിരുന്നു കേട്ടോ. നമുക്ക് കുഞ്ഞിനെ അവൻ രാവിലെയൊക്കെ ആയപ്പോൾ നല്ല ഓക്കെ ആയിരുന്നു. ബാൽക്കണിയിൽ നിന്ന് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, വർത്തമാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേട്ടായി അങ്ങനെ പാൽ ചായ കുടിക്കാറില്ല, നമ്മുടെ ജോക്കുട്ടൻ ചായ അങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയും ഞങ്ങൾ കുടിക്കുന്നത് കാരണം, ഞങ്ങളിങ്ങനെ ബാൽക്കണിയിലെ വ്യൂ ഒക്കെ കണ്ടു നിന്ന് കുടിക്കുന്നത് കാരണം ചേട്ടായി പറഞ്ഞു എനിക്ക് ബ്ലാക്ക് കോഫി വേണമെന്ന് പറഞ്ഞിട്ട് അവന് ഞാനൊരു കട്ടൻ ചായ ഇട്ട് കൊടുത്തു കേട്ടോ കെറ്റിലിൽ തന്നെ. അപ്പോൾ ഈ കെറ്റിൽ എനിക്ക് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ചായയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഡാഡിയാണ് കേട്ടോ. ഡാഡിയാണ് അതൊക്കെ കാണിച്ച് നമ്മുടെ ചേട്ടായിക്ക് ചായയൊക്കെ കൊടുത്തു. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഡാഡി നമുക്ക് കുറച്ച് നേരം ബാൽക്കണിയിൽ പോയി നിൽക്കുകയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് വർത്തമാനവും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ നോക്കുമ്പോൾ ഒരാൾ നൂണ്ട് കയറുന്നു കേട്ടോ. നമ്മുടെ ഡാവിക്കുട്ടി നൈസി കൂടി അതിൻ്റെ ഇടയിൽ കൂടി കയറി കേട്ടോ. അപ്പം നമുക്ക് ചേട്ടായി മാത്രം ഞങ്ങളങ്ങനെ 3 പേര് നിൽക്കുക. അപ്പോൾ ചേട്ടായിനെ വിളിച്ചിട്ട് ചേട്ടായി വരത്തില്ല കേട്ടോ. ചേട്ടായി ഇങ്ങനെ പാറി നടക്കലാണ്. അപ്പോൾ ഡാഡി എണീച്ചിട്ടേ ഉള്ളൂ, ഡാഡി ഉറക്കത്തിന് എണീച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ഫ്രഷ്നപ്പായി മുടിയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ രാവിലെ എൻ്റെ റുട്ടീനൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഡാഡി ഉറക്കത്തിന് എണീച്ച് അങ്ങനെ വന്ന് നിൽക്കുന്നതാണ്. ജോക്കുട്ടനും നേരത്തെ എണീച്ചു, നമ്മുടെ ഡാവിക്കുട്ടനും എണീച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഫോണിൻ്റെതായ കാര്യങ്ങളുള്ളത് കൊണ്ടിട്ട് ഞാൻ ഇത്തിരി ഉറക്കമൊക്കെ നിന്നാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരിത്തിരി ടയേർഡാണ് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ആ ഫോൺ ഓണായി കിട്ടിയപ്പോൾ തന്നെ നമുക്ക് പകുതി അങ്ങ് ഫ്രീ ആയി കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ഫ്രഷ്നപ്പായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറേ ബൊഫയാണ്, കുറേ ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് നമ്മൾ തൊട്ട് അടുത്ത വീഡിയോസായിട്ട് അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നില്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്.
അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡി ആയിട്ട് അപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. 11 AM നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ടൈമിൽ നമ്മൾ ഏർലി മോർണിംഗ് എണീക്കുകയാണ്, നമുക്ക് പൂൾ ആക്ടിവിറ്റീസും പാർക്ക് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ സെക്ഷനിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. നമുക്ക് കുറേ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ നിന്ന് നമ്മൾ പൊക്കത്തല്ല, നമ്മളിപ്പോൾ ഭയങ്കര ഗ്രൗണ്ട് ഫ്ലോർ 0 ലെവൽ ഫ്ലോറിലാണ്. അവിടെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ അല്ല കേട്ടോ, ഏറ്റവും 3rd ആണെന്ന് തോന്നുന്നു. ആ ഫ്ലോറിൽ പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങിയേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയെ നമ്മളങ്ങ് ചെക്കൗട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മൾ ഡിന്നറും ലഞ്ചും ഒക്കെ പുറത്തായത് കാരണം ഡിന്നർ നമുക്ക് റൂമിൽ കിട്ടി. അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റ് അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഫ്ലോർ ആണോ 3rd ഫ്ലോർ ആണോ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ ഇത്രയും റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് ഇച്ചിരി നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ തപ്പിപ്പിടിച്ച് അവസാനം റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. ഞങ്ങളെല്ലാവരും റെഡിയായിരിക്കുകയാണ്. പക്ഷേ ഈ റെഡിയാക്കിയ ആളുകളെ പിന്നെയും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ പിന്നെയും റെഡിയാക്കേണ്ടി വരും കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾക്ക് ബൊഫേ ആയിരുന്നു. നമുക്ക് കുറേ ഡിഷസ്, ഒരു 100 ഡിഷസോളം ഉണ്ട്. പക്ഷേ നമ്മൾ എത്തിയത് ലേറ്റായിട്ടാണ്, കാരണം ഡാഡിയും പിള്ളേരും റെഡിയാവാൻ ലേറ്റായി. അത് കാരണം ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും അവർ കഴിയുന്നതനുസരിച്ച് ഫില്ലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മുടെ നോർമൽ ഡിഷസും കറിയും അങ്ങനെ എന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ കഴിച്ചു. അവിടെ ഫുഡിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് എനിക്ക് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അത് ഞാൻ എടുത്തെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അത് കിട്ടിയില്ല നമുക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക്, നമുക്ക് ടൈം അങ്ങനെ ഇല്ലായിരുന്നു കാരണം തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് വന്നു. പിന്നെ നമുക്ക് ബാഗൊക്കെ പാക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് തിരിച്ച് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് റിട്ടേൺ പോകാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷേ ഇവിടം വരെ വന്നിട്ട് നമുക്കൊന്ന് വ്യൂ പോയിന്റിൽ പോയില്ല എന്നുള്ളൊരു, അത് ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ കാറിൽ ഇരുന്ന് ചേഞ്ച് ചെയ്തതാണ്. നമുക്ക് തിരിച്ച് റിട്ടേൺ പോകാം, കാരണം ഇവിടുന്ന് ഈ റിസോർട്ടിൽ നിന്ന് പിന്നെയും നമുക്കൊരു 14-15 കിലോമീറ്റർ പോകണമെന്ന് തോന്നുന്നു കേട്ടോ. അത് എക്സാക്റ്റ് ഡാഡി പറഞ്ഞാലേ അറിയത്തുള്ളൂ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴേക്കും ഡാവിക്കുട്ടം മുഴുവൻ മെസ്സായി കേട്ടോ. മുഴുവൻ ഡ്രസ്സിലൊക്കെ ഫുഡാക്കി. അപ്പോൾ അവൻ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ബാഗും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇത്തിരി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നാലും ഓൾമോസ്റ്റ് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ചെയ്ത് വെച്ച് കൊടുത്ത് ഇരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. തിരിച്ചിറങ്ങിയ ഓൾമോസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് റൂമൊക്കെ നല്ല വൃത്തിയാക്കി നമ്മൾ തന്നത് കണക്കിന് തിരിച്ച് ഓൾമോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ്. ഇവിടുന്ന് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ആർച്ച് നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഒരു ലവിൻ്റെ ഒരു ആർച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു, ഒരു പൂവിൻ്റെ ഇതൊക്കെ വെച്ചിട്ട്. അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ സെലിബ്രിറ്റീസ് വരുമ്പോൾ മാത്രമേ അവർ അറേഞ്ച് ചെയ്യുള്ളായിരിക്കും, നമുക്ക് അറിയില്ല എങ്ങനെയാണ്. അത് കണ്ടില്ല ഞാൻ. അവിടെയൊക്കെ നമുക്ക് ഈ ഇൻസ്റ്റയിൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നു. പക്ഷേ അത് മാത്രം നമുക്ക് കണ്ടില്ല. അതൊക്കെ ഉണ്ടായിരിക്കും ഒരു ഫോട്ടോ. അപ്പോൾ ഇവിടെ ഗെയിമിംഗ് സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പിള്ളേരുള്ളത് കൊണ്ട് റൂമിൽ ഇങ്ങനെ ഇൻവോൾവായി കുറേ കാര്യങ്ങളിൽ ലാഗായി പോയി കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് കുറേ ആക്ടിവിറ്റീസ് മിസ് ഔട്ട് ആവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മൾ ലാസ്റ്റ് മൊമെൻ്റ് എല്ലാം അങ്ങ് ഹറിബറി ആയിട്ട് അങ്ങ് വേഗം ചെയ്ത് തീർക്കേണ്ടി വന്നു കേട്ടോ. കാരണം നമുക്ക് എൻജോയ് ചെയ്യേണ്ടി വന്നു. കാരണം ഗെയിമിംഗ് സെക്ഷനിലൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ അവിടെ നിന്ന് കുറച്ച് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല വ്യൂ ആണ് കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റ് നിന്ന് താഴത്തേക്ക് നോക്കാൻ അട്ടിപ്പം വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത നല്ല രീതിയിലുള്ള വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഈ റിസോർട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പകുതി മുക്കാലും മൂന്നാറിൻ്റെ ഒരു ബ്യൂട്ടി കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിള്ളേരൊക്കെ ആയിട്ടായതുകൊണ്ട് പരിചയപ്പെടലും കാര്യങ്ങളും. തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടുന്ന് സ്ഥലവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തിരക്കി കേട്ടോ. നമുക്ക് ആക്ച്വലി ഇവിടുന്ന് മൂന്നാറിലേക്ക് 3 മണിക്കൂർ ട്രാവലിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ട്രിവാൻഡ്രത്ത് നിന്നും അവിടെ നിന്നൊക്കെ ആളുകളൊക്കെ ഓടി എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിംഗ് സ്പോട്ട്. ഇവിടെ നമുക്ക് വന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. ഇത് നമ്മൾ ഗെയിം കളിക്കുന്ന ഒരു സ്പോട്ടാണ്, ആക്ടിവിറ്റി ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാരംസ് കളിയുണ്ട്. പിന്നെ അവിടെ വേറെ എന്തെന്നാണ് ഗ്യാംപ്ലിങ്ങോ അങ്ങനെ എന്തൊരു കളിയാണ് കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ അതൊക്കെ കളിക്കാം. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് കളിക്കാം കേട്ടോ.
അപ്പോൾ അവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ പറക്കാട് റിസോർട്ട് എന്താണ് ഒരു 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 ഊഹം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണമല്ലോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് പക്ഷേ ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ തന്നെ ഒരു 1 hour ഡിലേ. നല്ല തിരക്കായിരുന്നു കേട്ടോ റിസോർട്ടിൽ. അപ്പോൾ അത് കാരണം ഇപ്പോൾ വെക്കേഷൻ സമയം ആയതുകൊണ്ട് തിരക്കായിരുന്നുകൊണ്ട് ഒരു 1 hour ഡിലേ ഉണ്ടായിരുന്നു. ആ ഡിലേ ടൈമിൽ ഞാൻ ഓർത്തു എനിക്ക് സമയമൊന്നും കിട്ടില്ല, നമുക്ക് ഇവിടുന്ന് തിരിച്ച് കിട്ടണം. അപ്പോൾ ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടത് 11 AM പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 12 മണി 12:30 കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഗെയിമിങ് കാര്യങ്ങൾ, പിന്നെ ഡാവിക്കുട്ടൻ്റെ ഈ നമ്മുടെ ഈ കാളവണ്ടി ഉന്തുവണ്ടി രഥവും അതിനകത്തൊക്കെ കയറ്റിയിരുത്തി ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡാഡി നമ്മുടെ ജോക്കുട്ടൻ ചേട്ടാക്കി ഈ ഗെയിമിങ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡാഡി മോനും ക്യാരംസ് ഒക്കെ വീട്ടിൽ വാങ്ങിക്കണം, ക്യാരംസ് ബോർഡ് ഒരു വീട്ടിൽ വാങ്ങിച്ച് നമുക്കൊരു കളിക്കാനൊരു ഇതാവും എന്നൊക്കെ പറയുകയും എടുക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനം ഡാഡി എങ്ങനെയാണ് കളിക്കുന്നത്. അവസാനം അയാൾക്ക് ആ ബോൾ കിട്ടാണ്ടായപ്പോൾ അയാൾ കൈയിട്ടൊക്കെ എടുത്തു തുടങ്ങി കേട്ടോ. കാരണം ഈ തോറ്റു പോകുമ്പോൾ ഒരു വിഷമം കാരണം ജോൺ ചേട്ടായി ഡാഡി കള്ളക്കളിയൊക്കെ കളിച്ചു കേട്ടോ. അവസാനം കൈയിട്ടൊക്കെ ബോൾ എടുത്തു തുടങ്ങി കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് എൻജോയ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവരുടെ കളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു. അവിടുത്തെ വീഡിയോസും കാഴ്ചകളൊക്കെ കണ്ട് ഞാനങ്ങനെ സൈഡിലിരിക്കുകയാണ്. നമ്മുടെ ഡാവിക്കുട്ടൻ അവിടെ ചെസ് ബോർഡിൻ്റെ എന്തോ ഈ കിങ്സിൻ്റെ ആ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് കളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലാണ് കേട്ടോ. ഞാൻ മിററിൽ കൂടി നോക്കുമ്പോഴാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടത്. ഇവിടെ നല്ല നല്ല വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഈ നമ്മൾ വന്ന സമയം ഇത്തിരി നേരം റൂമിൽ നിന്ന് നമ്മൾ ഇത്തിരി നേരം ടൈം കളയാതെ നമ്മൾ ഇവിടെയൊക്കെ വന്നിരുന്നെങ്കിൽ ഒത്തിരി രസമായിരുന്നു. കാരണം കുറേ നേരം നമുക്ക് ആ തണുപ്പും കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാം. അപ്പോൾ എന്തേ ഗെയിമിങ് കളിച്ച് കഴിഞ്ഞിട്ട് ചേട്ടായി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഡാഡിയും മോനും കൂടി അവിടെ നിന്ന് കളിയാണ്. അപ്പോൾ നമ്മളെ ചെക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ ഇൻഫോം ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചതേ ഇതാണ് കേട്ടോ നമ്മുടെ പറക്കാട് റിസോർട്ടിൻ്റെ എൻട്രി. നമ്മൾ കയറിയപ്പോൾ എല്ലാവരും കണ്ടു കാണാം. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നല്ലൊരു വൈബാണ് കേട്ടോ. എല്ലാം ഒരു ഗോൾഡൻ തീമാണ്. അതേപോലെ തന്നെ പൂക്കളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓണം നമുക്ക് സ്റ്റാർട്ടാവാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 13th നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഈ സമയമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇത് കാർ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ സെക്ഷനിൽ കാർ എടുത്തുകൊണ്ട് തരും കേട്ടോ അവിടുന്ന് പയ്യന്മാർ. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ നേരമായപ്പോൾ അവർ എടുത്തുകൊണ്ട് തന്നില്ല. കാരണം തിരക്കായി പോയി എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ജിജോ പോയി എവിടെയാണോ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അവിടെ പോയി നോക്കി നമുക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഇച്ചിരി ഒരു ഡിഫിക്കൽട്ട് ഉണ്ടായി. കുഴപ്പമില്ലായിരുന്നു. നമ്മൾ കാറൊക്കെ എടുത്ത്. അപ്പോൾ ഈ ഒരു സമയമാണ് ഞങ്ങൾ വ്യൂ ഒക്കെ കണ്ട് തിരിച്ച് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ സഡൻലി ട്രിപ്പ് പ്ലാൻ ചെയ്തു. കാരണം ഇത്രയും ദൂരം വന്നിട്ട് ആ വ്യൂ പോയിന്റിലും കൂടി ഒന്ന് പോയിട്ട് പോകാണ്ടാടി. കാരണം ജോക്കുട്ടൻ ചേട്ടായി ഒരു 3 വയസ്സ് സമയത്താണ് വന്നത്. ഇപ്പം 5 വയസ്സായി. അപ്പോൾ അവന് ഇത്തിരി കൂടി കാണാനുള്ള ഇതൊന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിക്കുന്നത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി കാണുന്നില്ല. ആളിടയ്ക്ക് ഡാഡിക്ക് ഇങ്ങനെയൊക്കെ ആ കാറിൻ്റെ അകത്ത് ഫോണിൽ പാട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. പക്ഷേ എന്നാലും ഞാനത് നോക്കടാ ഇത് നോക്കടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ആൾ നിന്ന് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നമുക്ക് നല്ല ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇടയ്ക്ക് നമ്മുടെ ഡാവിക്കുട്ടിന് ഇത്തിരി നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത്തിരി മടിയാകുമ്പോൾ ചേട്ടായുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണാം. അങ്ങനെ ഞാൻ ഇച്ചിരി നേരമൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടെ എന്തോ ഒരു അമ്പലത്തിലെ ഉത്സവം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കും തിരക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇത് പോവുകയാണ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാൻ ക്യാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാവടിയൊക്കെ ഇറങ്ങിയത് കാരണം ഞങ്ങൾക്ക് ഇത്തിരി ഡിലേ ആയി കേട്ടോ. കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അവിടുത്തെ ബാൻഡും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് കേട്ടോ. ഞാൻ അതും വീഡിയോയ്ക്കകത്ത് ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല വ്യൂ. അപ്പോൾ നമുക്ക് ഇത്തിരി നേരമൊക്കെ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഡാവിക്കുട്ടിന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇതെന്താ സാധനമൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് കിട്ടിയത് കാരണം അത്യാവശ്യം കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങളിതേ മൂന്നാർ ടൗൺ ആണെന്ന് തോന്നുന്നു കേട്ടോ. ടൗൺ ആണ്. അപ്പോൾ ഇത് മൂന്നാർ ടൗൺ കയറുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ പറക്കാട് നേച്ചർ റിസോർട്ട്. അപ്പോൾ ഇത് മൂന്നാർ ടൗണിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടൗൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമായിരുന്നു കേട്ടോ എടുത്തിരുന്നത്. റിസോർട്ടല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ജീപ്പ് ഇട്ടേക്കുന്ന ജീപ്പ് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു നമുക്ക് ഹിൽ സ്റ്റേഷനിലേക്ക് പോകാമെന്നാണെങ്കിൽ വ്യൂ പോയിന്റിലേക്ക് പോകണമെന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ കാറിൽ പോവാതെ നമുക്ക് ജീപ്പ് ചൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തോ ഒരു കാരണത്താൽ അത് പിന്നെയും ഇത് മുടങ്ങി കേട്ടോ. നമുക്ക് പിന്നെ കാറിൽ തന്നെ പോവാം, അതാണ് കംഫർട്ട് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം നമ്മളത് പെട്ടെന്ന് സഡൻലി പിന്നെ അത് മാറ്റി. എന്തുകൊണ്ട് മാറ്റിയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ഡാമാണ് കേട്ടോ. ഡാമിൻ്റെ അതിലേക്ക് കൂടി നമ്മളിവിടെ നിർത്തിയില്ല. കാരണം എപ്പോഴും വരുമ്പോൾ നമ്മൾ ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് ജോക്കുട്ടൻ ചേട്ടാക്കി ഇറങ്ങണമെന്ന് ചോദിച്ചു. പക്ഷേ അവൻ അങ്ങനെ വേണ്ടാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് കാരണം നമ്മൾ അതിലേക്ക് കൂടി ഇങ്ങനെ പയ്യെ കാർ ഓടിച്ച് നിർത്തിയൊക്കെ കണ്ടിട്ടൊക്കെ പോയി കേട്ടോ. അല്ലാതെ നമ്മൾ ഇറങ്ങി നിന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഈ 2 വർഷം കൊണ്ട് കുറേ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആനയുടെ എന്തോ പുറത്ത് കയറുന്ന ഒരു പരിപാടിയും അങ്ങനെ
ഒരു സൈഡ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കയറിയില്ല കേട്ടോ. ഡാഡി നമ്മളോട് ചോദിച്ചു ആനപ്പുറത്ത് കയറണമെന്നും. എനിക്കുണ്ടാവും ജോക്കൂട്ടൻ ചേട്ടായിക്ക് ആ കാര്യം പേടിയായതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അതുപോലെ അതിനകത്തൊന്നും ക്രേസ് ഇല്ല എന്ന് തോന്നിയില്ല. പിന്നെ ഞങ്ങളത് ക്യാരറ്റ് വാങ്ങിക്കാൻ കയറി. പിന്നെ ബോട്ടിങ് കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ വ്യൂവിൽ കണ്ടതാണ് ബോട്ടിങ് കണ്ടത്. പക്ഷേ എനിക്ക് അതിനകത്ത് ബോട്ടിൽ കയറി ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കണ്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ഫോട്ടോ. അപ്പോൾ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിച്ചു വന്നായിരുന്നു. നമ്മളങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ഒന്ന് നിന്നിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ടൂറിൻ്റെ ത്രൂ ഔട്ട് ഫുള്ള് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ട്രാവലിങ്ങിൻ്റെ ഒക്കെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെയും ഇങ്ങനെ ലാഗ് ആവണ്ട, ട്രാവലിങ്ങിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് ലാഗ് ആവണ്ടെന്ന് ഓർത്തിട്ട് പിന്നെ ഞങ്ങൾ വ്യൂ പോയിന്റ് വന്നപ്പോൾ അവിടെ കടയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സൈഡ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മളെന്തായാലും മൂന്നാർ വന്നതാണ്. അപ്പം നമ്മുടെ ഡാവിക്കുട്ടിന് തൊപ്പിയും പിന്നെ അവനെന്തൊരു ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒക്കെ വാങ്ങിക്കാനും എടുക്കാനൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ ഈ സ്രഗ് അവനവിടെ തണുപ്പായതുകൊണ്ട് നമ്മൾ സ്രഗൊക്കെ വാങ്ങിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ജോക്കുട്ടൻ ചേട്ടായിക്ക് സ്രഗും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളത് കൊണ്ടിട്ട് അവനത് നമ്മുടെ റൂമിലുണ്ടായിരുന്നു, ബാഗിലുണ്ടായിരുന്നു. അവന് ഇതൊരു ഗ്ലൗസ് മാത്രം ആ ചേച്ചി ഫ്രീ ആയിട്ട് കൊടുത്തു കേട്ടോ. നല്ലൊരു ചേച്ചിയായിരുന്നു, സ്നേഹമുള്ള. ഞങ്ങൾ കടയിൽ അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളും വാങ്ങിക്കാനുണ്ടായില്ല. ഈ ഒരു ക്യാപ്പും ആ ഒരു സ്രഗും ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വ്യൂ പോയിന്റിൽ പോയി അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് തിരിച്ചു വരും കേട്ടോ. അവിടെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അപ്പോൾ കുരങ്ങന്മാരുള്ളത് കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ജോക്കുട്ടൻ ചേട്ടായി എൻ്റെ അടുത്തോട്ടൊക്കെ ഒന്ന് ഓടി വരും. അതേപോലെ തന്നെ ഞാനും ഡാഡിയുടെ അടുത്തോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടി ചെല്ലും കേട്ടോ. അപ്പോൾ ഈ മൂന്നാർ വന്നിട്ട് തേയിലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളത് ഈ ചോളം കഴിക്കാൻ നിൽക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചേട്ടായി മാഷ്മെല്ലോ അങ്ങനെ എന്തോ ഒരു മിഠായിയും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് നമ്മൾ തൊപ്പുംപടിക്കയിലും അപ്പാപ്പനും അമ്മയ്ക്കും താഴത്ത് മമ്മിക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴി നമ്മളൊരു സ്ഥലത്ത് കയറുന്നുണ്ട്. അതെവിടെയാണ് കയറുന്നത് എന്നാൽ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് കണ്ടോളൂ കേട്ടോ. തുടർന്നുള്ള വീഡിയോസിലേക്ക് കാണാം. അപ്പോൾ നമ്മൾ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നതാണേ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങളത് കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. എന്തൊക്കെയാണെന്ന് നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ടോയ്സും അങ്ങനെ എന്തൊക്കെയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ടോയ്സ് എല്ലാം ചോക്ലേറ്റ്സും തേയിലപ്പൊടിയും അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. തിരിച്ച് ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി കേട്ടോ. നമ്മൾ കയറിയപ്പോൾ കണ്ട ആ അമ്പലത്തിൻ്റെ ആ ഒരു റാലി തിരിച്ചിറങ്ങിയപ്പോൾ അവരുടെ അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ ഒരു സൈഡിലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. അപ്പോഴത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് ഫോണിൽ എന്ത് ഭംഗിയായിരുന്നു അറിയാം ഈ വ്യൂ കാണാൻ. ഇതിൽ നമുക്ക് റീലെടുക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആയിരുന്നു എന്നുവെച്ചാൽ ആ ഒരു റീലായിരുന്നു. അപ്പോൾ ഞാൻ ഡാഡിയുടെ അടുത്ത് പറഞ്ഞ് ഇറങ്ങാൻ പറ്റുമെന്ന്. പക്ഷേ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അല്ല കേട്ടോ, ഡാവിക്കുട്ടൻ ഉറക്കമായിരുന്നു. രണ്ടുപേരും ഉറക്കമായിരുന്നു കേട്ടോ. ഉറക്കമായിരുന്നു തോന്നുന്നു. അത് കാരണം എന്തോ ഒരു കാരണത്താലാണ് നമ്മൾ ഇറങ്ങാതിരുന്നത്. അപ്പം ഡാഡി പറയുന്നു ഡാഡിക്ക് ഈ സമയം അപ്പോൾ ഭയങ്കര തിരക്കായി. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു 2 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വ്യൂ പോയിന്റ് പോയത്. നമുക്ക് അടിമാലി, അതായത് ഈ കോട ഇറങ്ങുന്നതിന് മുമ്പേ ഇറങ്ങണം, ഇന്ന സ്ഥലം കവറപ്പ് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഡാഡി വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ കോട ഇറങ്ങിക്കഴിഞ്ഞാൽ ഡാഡിക്ക് വണ്ടി ഓടിക്കുന്ന ബുദ്ധിമുട്ടാവും. കാരണം ഒന്നാമത് ഉറക്കവും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ നമ്മൾ കയറിയ ആ ഒരു പാലം തിരിച്ചിറങ്ങുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഏകദേശം കോട ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ രാവിലെ അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. ഒരു 11 മണിക്ക് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് നമ്മളതേ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അത് സ്കിപ്പ് ചെയ്തതല്ല കേട്ടോ. നമ്മൾ കുറേ സ്നാക്സും പിന്നെ ചോളവും കാര്യങ്ങളൊക്കെ വണ്ടി ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കും കൊടുക്കണമായിരുന്നു. അപ്പോൾ ഡാഡി എവിടെയും ചവിട്ടാത്തതിൻ്റെ കാര്യം, കോട ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെയും ലേറ്റ് ആവും വരക്കം. അപ്പോൾ ഇത്തിരി അങ്ങോട്ട് നീക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ നീക്കി കൊണ്ടുപോകുന്നതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോതമംഗലം കഴിഞ്ഞോ പെരുമ്പാവൂർ ആ ഒരു റൂട്ട് സെക്ഷനിൽ നമ്മൾ നിന്നിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് കോതമംഗലം സൈഡിലുള്ള ഏതൊരു കടയാണ്. കോതമംഗലം ആണോ നമുക്കറിയില്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാനിത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ കയറി നമ്മൾ ഫുഡ് അപ്പം ഉച്ചയ്ക്കും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളങ്ങ് വിജലംബിച്ച അൽഫാം മന്തി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി. അപ്പോൾ ഞാൻ ടയേർഡാണ് കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായും ഡാവിക്കുട്ടനെ നമ്മൾ പാലും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തിരുന്ന് കൊടുക്കുന്നുണ്ട്. ജോക്കുട്ടൻ ചേട്ടായി സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇവർ രണ്ടുപേരും നല്ലൊരു വലിയ ഉറക്കം കഴിഞ്ഞിട്ട് എണീച്ചിരിക്കുകയാണ്. ഡാഡിയും ഞാനും ആണ്. ഡാഡി വണ്ടി ഓടിക്കുന്നത് കാരണം ഡാഡി ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാനും വണ്ടിക്കകത്തിരുന്ന് അങ്ങനെ ഉറങ്ങിയില്ല കേട്ടോ. ഡാഡിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അത് പേടി കൊണ്ടിട്ടല്ല,
ഡാഡിക്ക് കമ്പനി കൊടുക്കുന്നതാണ്. ഞങ്ങളിതേ ഒരു പെപ്സിയും കാര്യങ്ങളൊക്കെ എടുത്തത്, ഈ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. നല്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ഈ നമ്മൾ ഒരു അൽഫാം ക്വാർട്ടറൊക്കെ പറയുമ്പോൾ ആകെ മൂടി കൊച്ചിയിൽ ആകെ ഒരു ഇച്ചിരി കഷ്ണമെങ്ങാനും കിട്ടും കേട്ടോ. നമ്മുടെ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നല്ല അത്യാവശ്യം നല്ലൊരു വലിയ പീസായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഫുഡിനും ചിക്കനും. റേറ്റൊക്കെ നോർമലി നമ്മുടെ അവിടുത്തെ കൊച്ചിയിലെ റേറ്റ് തന്നെയാണ് ഇവിടങ്ങളിലും. പക്ഷേ സാധനം ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കേട്ടോ. ഇത്രയും ഒരു വലിയൊരു പീസ് ഇതിൻ്റെ പകുതി ഉണ്ടാവില്ല നമ്മുടെ കൊച്ചിയിലൊക്കെ. കാരണം അവിടുത്തെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. സെയിം റേറ്റിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും നമുക്ക് കിട്ടി കേട്ടോ. ഞങ്ങളത് കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ കഴിക്കുന്നതൊക്കെ വീഡിയോ അങ്ങനെ ലാഗ് എടുക്കുന്നില്ല. കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതിരിക്കുന്ന കാരണം നമ്മൾ ഭയങ്കര സ്റ്റാവിങ് ആയിട്ടിരിക്കുകയാണ്, നല്ല വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചതേ തിരിച്ച് വണ്ടി കയറുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കയറി. ഇവിടുന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ റൂട്ടൊന്നും അല്ല, നമ്മൾ പോകുന്ന റൂട്ടൊന്നും അല്ല. പക്ഷെ നമ്മൾ കുറേ നാളായിട്ടോ, ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു നമ്മൾ ഈ സ്ഥലത്തും കൂടി കയറി ഒന്ന് കണ്ടിട്ട് വേണം പോകാമെന്ന്. നമ്മുടെ നാത്തൂൻ്റെ ജിജോയുടെ ചേച്ചിയുടെ വീട്ടിൽ, നാത്തൂൻ്റെ വീട്ടിൽ ഈ റൂട്ടല്ല, നമുക്ക് വേറൊരു റൂട്ട് കോതമംഗലം വഴി അങ്ങനെ എന്തൊക്കെയാണ് പോകേണ്ടത്. പക്ഷേ ഇപ്പുറത്തെ വശം എന്താണ് പെരുമ്പാവൂർ കേട്ടോ. അപ്പം ഇതിൻ്റെ വലിയ ധാരണ എനിക്കില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. അപ്പം ഞങ്ങളിത് എന്തായാലും പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഈ ചേച്ചിയുടെ വീട്ടിലും കൂടി ഒന്ന് കയറുകയാണ്. നമ്മുടെ ഡാവിക്കുട്ടൻ വന്നതിന് ശേഷം നമ്മളിങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ കുറേ ഗ്യാപ്പ് ആയിരുന്നു വരാനും കാര്യങ്ങളൊക്കെ. ദൂരം ആയതുകൊണ്ടും പിന്നെ അവരിങ്ങോട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുന്ന ആവശ്യകത ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല കേട്ടോ, സർപ്രൈസ് വിസിറ്റാണ്, അവരറിഞ്ഞിട്ടില്ല. ചേട്ടൻ എന്തായാലും ഉണ്ടാകത്തില്ല, ചേട്ടൻ ജോലി സ്ഥലത്തായിരിക്കും. അപ്പോൾ ചേച്ചിയും പിള്ളേരും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു അവർ ഉറങ്ങിയോന്ന്. പക്ഷെ അവർ ഉറങ്ങിയിട്ടുണ്ടായില്ല, അകത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അങ്ങനെ അവരിയ്ക്കുകയായിരുന്നു. അവർ ടി വിയൊക്കെ കണ്ടും ചേച്ചി തുണിയൊക്കെ മടക്കി. ഞങ്ങളെ കണ്ടപ്പോൾ ശരിക്കും വണ്ടറായി കേട്ടോ. ഞങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ പറയാതെ കയറി ചെല്ലുന്നതാണേ. പെട്ടെന്നൊരു പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും ദൂരത്ത് ഞങ്ങൾ വരുമെന്ന്. ഞങ്ങൾ ട്രിപ്പിലാണെന്ന് പോലും അവർക്ക് അറിയാമായിരുന്നു എന്ന് നമുക്കറിയില്ല കേട്ടോ. എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങൾ ചെന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ, നിങ്ങൾ കണ്ടല്ലോ, ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇപ്പോൾ ചേച്ചിതേ വെള്ളം, അപ്പോൾ ഫുഡ് കഴിക്കടി എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കഴിച്ചില്ല കേട്ടോ, വയറിൽ സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ചേച്ചിയിട്ടൊക്കെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇവിടെ റീച്ചും ചെയ്തത്. ഞങ്ങൾ അങ്ങനെ കയറി വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി വന്നപ്പോൾ ലൈറ്റൊന്നും ഇല്ല. ഞാൻ ചേച്ചി വാതിക്ക് ലൈറ്റ്, അപ്പോൾ ചേച്ചി പറഞ്ഞു നിനക്ക് ഞാൻ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചിട്ടെന്ന് പറഞ്ഞ് ഫുൾ വീടിൻ്റെ ലൈറ്റ്. കാരണം കുറേ നാളായിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നിട്ട്, കാരണം ജോലിയും കാര്യങ്ങളും പിള്ളേരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ നമ്മുടെ ഡാവിക്കുട്ടൻ വന്നതിന് ശേഷം എനിക്കങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. ഡാവിക്കുട്ടൻ വന്ന് അവൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ പരിപാടിക്കൊക്കെ അങ്ങോട്ടൊക്കെ വന്ന കാരണം നമുക്ക് വന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി എനിക്ക് ഫുൾ ലൈറ്റൊക്കെ ഇട്ടുന്ന നീ വീഡിയോക്കകത്ത് എടുക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇട്ട് തന്നു. ഞാൻ വർത്താനം പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ഒരു 8:45 ആയപ്പോൾ നമ്മൾ തിരിച്ച് ഒരു 8:45 ആയപ്പോൾ തിരിച്ച് നമ്മൾ ഇറങ്ങി നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. പിന്നീടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല ബ്ലോക്കായിരുന്നു, നിങ്ങൾക്കറിയാം. എറണാകുളം സൈഡ് ഫുള്ള് എടപ്പള്ളിയും അവർക്ക് ബ്ലോക്കായിരുന്നു. അപ്പോൾ തിരിച്ച് ഇത് പിറ്റേ ദിവസം നമ്മൾ വീട്ടിലെത്തി, സക്സസ്ഫുള്ളി നമ്മൾ റീച്ചായി. ഇത് ഞാൻ നമ്മുടെ അമ്മയ്ക്കും ജിജോയുടെ അമ്മയ്ക്കും എൻ്റെ വീട്ടിൽ അമ്മയ്ക്കും അപ്പയ്ക്കും ഒക്കെ എടുത്ത് വെച്ച കേക്ക്, കൊച്ചുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ച കേക്കാണ് കേട്ടോ. ഈ ഒരു പരുവമായി. അപ്പോൾ രാവിലെ ഇതിന് ഏകുചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഞാൻ ആ കേക്കിൻ്റെ കേക്ക് ചീത്തയൊന്നും ആയിട്ടില്ല, പക്ഷെ ഇത്തിരി എന്നിരുന്ന് വണ്ടിക്കകത്തിരുന്ന് നമ്മൾ കൊണ്ടുവന്നതല്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരു ഇത് പറ്റിയതായിരുന്നു. പക്ഷെ അതിൻ്റെ ബാക്കി അപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. സ്മാഷ് മെല്ലോയും ചോക്ലേറ്റ്സും പിന്നെ ക്യാരറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ മൂന്നാറിന് വന്നുള്ള ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തു. ക്യാരറ്റും എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ തേയിലപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേച്ചിക്കും ഒക്കെ കൊടുത്തു. അപ്പോൾ ഇത് ബാക്കി നമ്മൾ തോപ്പുംപിടിക്കയിലും അമ്മാമയ്ക്കും ഇവക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണേ. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ കേക്കിൻ്റെ മധുരവും നമ്മുടെ ചേച്ചി പെണ്ണിന് കൊടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റിസോർട്ടിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ. ഇപ്പോൾ ഇതാണ് കേട്ടോ കേക്ക്. ഇതിൻ്റെ ബാക്കി നമ്മൾ അമ്മാമയ്ക്കൊക്കെ ഇത്തിരി മധുരം കൊടുക്കാമെന്ന് വെച്ചിട്ട് നമുക്ക് കിട്ടിയില്ല. നമ്മുടെ ചേട്ടായി ഫിനിഷ് ചെയ്ത് തീർത്തു. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ കാണാൻ. ബൈ ബൈ.